ഹായ് ഓൾ, എല്ലാവർക്കും സഹകാരി പി എസ് സിയുടെ മറ്റൊരു ലൈഫ് സയൻസ് സെഷനിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ഒരു കണ്ടിന്യൂവേഷനാണ്. നമ്മൾ കുറച്ച് അസുഖങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ നോക്കി വരുന്നുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഹാർട്ട് അറ്റാക്കാണ്. വളരെ കോമൺ ആയിട്ട് നമ്മുടെ മലയാളികൾക്കിടയിൽ വളരെയധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടേമാണ് അല്ലേ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സംഭവം. മരണം മിക്കവാറും ഇപ്പോൾ വയോജനങ്ങളുടെയൊക്കെ കാര്യത്തിൽ സാധാരണഗതിയിലുള്ള ഡെത്ത്, നോർമൽ ഡെത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നതൊക്കെ ഈ ഒരു ഹാർട്ട് അറ്റാക്ക് പോലുള്ള കണ്ടീഷൻസിനെയാണ് നമ്മൾ അപ്പോഴും അഡ്രസ്സ് ചെയ്യുക. നോർമലായിട്ട് എന്താ മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ അറ്റാക്കാണോ എന്ന് ഒരു ലെയ്മാൻ ടേംസിൽ നമ്മൾ ചോദിക്കുന്നൊരു കാര്യമാണ്. അറ്റാക്കാണോ? നോർമലായിട്ട് എല്ലാവരും മരണപ്പെടുന്നത്, അധികം പേരും മരണപ്പെടുന്ന സാധ്യത എന്നുള്ളത് ഹാർട്ട് അറ്റാക്ക് എന്നതാണെന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വസ്തുതയാണ്. അതിലൊരു പരിധിവരെയും ശരിയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കാം. ബിക്കോസ് ബേസിക്കലി കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, സ്ട്രോക്ക് എന്ന ടോപ്പിക്ക് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ബ്ലഡ് സപ്ലൈ ബ്രെയിനിലേക്ക് പോകുന്നത് തടസ്സപ്പെടുകയോ അതിൽ കുറവ് ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് സ്ട്രോക്ക് എന്ന് പറയുന്നൊരു സിറ്റുവേഷൻ പോലും മനുഷ്യന് ഉണ്ടാവുന്നുണ്ടെന്ന് മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തേക്കും എത്തിച്ചേരേണ്ടതിൻ്റെ ആവശ്യകത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ജീവനും മരണത്തിനും ഇടയിലുള്ള ഒരു നൂൽപ്പാലത്തിൽ എന്ന പോലെയാണ് ഈ ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തേക്കും സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു ഘടകം. അപ്പോൾ ആ ഒരു ഉറപ്പ് നമുക്ക് തരുന്നത് നമ്മുടെ ശരീരത്തിൽ എല്ലായിടത്തേക്കും കൃത്യമായിട്ട് നമുക്ക് വേണ്ട അളവിലുള്ള ബ്ലഡ് എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റമാണ്. സിസ്റ്റം നമ്മൾ വേറെ പഠിക്കും. ആ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കോമ്പോണൻറ്റുകളിലൊന്നാണ് ഹാർട്ട്. പ്രധാനമായിട്ടും 2-3 ഘടകങ്ങളാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിനകത്ത് നമ്മൾ പറയുന്നത്. ഒന്ന് ഹൃദയം, ഹാർട്ട്, ദ പമ്പിങ് മെക്കാനിസം ത്രൂ വിച്ച് ദ ബ്ലഡ് ഇസ് ആക്ച്വലി അല്ലെങ്കിൽ ബൈ വിച്ച് ദ ബ്ലഡ് ഇസ് ഗെറ്റിംഗ് പമ്പ്ഡ് അല്ലേ. ബ്ലഡ് പമ്പ് ചെയ്ത് വിടുന്ന നമ്മുടെ ഒരു പോയിന്റിൽ നിന്ന്, ഒരു സമ്പിൽ നിന്ന് എല്ലായിടത്തേക്കും പമ്പ് ചെയ്ത് ബ്ലഡ് എത്തിക്കുന്ന പണി ചെയ്യുന്നയാൾ ഹാർട്ടാണ്. ഹാർട്ട് ജസ്റ്റ് ഒരു പമ്പിങ് മെക്കാനിസം ചെയ്യുന്ന ഒരു ഉപകരണം, ഒരു പമ്പ് മാത്രമാണ്. നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു മോട്ടോർ പമ്പ്, കിണറ്റിൽ നിന്ന് വാട്ടർ ടാങ്കിലേക്ക് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പമ്പ് നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, ആ പമ്പിൻ്റെ ജോലിയാണ് ആക്ച്വലി ആര് ചെയ്യുന്നത്? ഹൃദയം ചെയ്യുന്നതെന്ന് പറയേണ്ടി വരും. ആ പമ്പിൻ്റെ ജോലിയാണ് ഹൃദയം ചെയ്യുന്നത്. വേറെ 1-2 കാര്യങ്ങൾ കൂടിയുണ്ട്, എന്നാലും മെയിനായിട്ട് ഇതാണ് ഹൃദയത്തിൻ്റെ പണി എന്ന് പറയുന്നത്. അതിനുശേഷം ഈ വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോകുന്ന പൈപ്പുകൾ, PVC പൈപ്പുകൾ എന്ന പോലെ നമ്മുടെ ശരീരത്തിനുള്ളിലും കോൺഡ്യൂട്ടുകളുണ്ട് ബ്ലഡിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. ബ്ലഡ് വെസൽസ് എന്ന് പറയുന്ന വെയിനുകളും കാപ്പിലറികളും അതുപോലെ നമ്മുടെ ആർട്ടറികളും ഒക്കെ തന്നെയും ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഇവരാണ് എല്ലായിടത്തേക്കും വ്യാപിച്ച് ബ്ലഡിനെ എല്ലായിടത്തേക്കും എത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഉറപ്പിക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷനിൽ ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ, ബ്ലഡ് ഏതെങ്കിലും സ്ഥലത്തേക്ക് എത്താതെ വന്നു കഴിഞ്ഞാൽ ഗ്രാജുവൽ ഡിസിൻറ്റഗ്രേഷൻ ഓഫ് ദ സെൽ ആൻഡ് ടിഷ്യൂ വിൽ ടേക്ക് പ്ലേസ്. ഇവഞ്ച്വലി ആ ഓർഗൻ ഡെത്ത് ആവും. ബ്രെയിനിലെ കാര്യം പോലും അത് തന്നെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അവിടേക്ക് ഓക്സിജൻ എത്തിയില്ല അല്ലെങ്കിൽ ബ്ലഡ് എത്തിയില്ലെങ്കിലാണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചതുമാണ്. അപ്പോൾ ഹാർട്ടിൽ നിന്ന് തന്നെ ബ്ലഡ് പോകാതിരിക്കുന്ന അവസ്ഥയോ, ഹാർട്ടിലേക്ക് പ്രധാനമായിട്ട് ബ്ലഡിനെ സർക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹൃദയത്തിലേക്ക് ബ്ലഡ് മറ്റ് ശരീരഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേരാതെയോ വരുന്ന സിറ്റുവേഷൻ വന്നാലും ഹൃദയം സ്തംഭനം വരുന്ന അവസ്ഥ പോലെയാണ്. ഹൃദയം സ്തംഭിക്കുന്ന അവസ്ഥ തന്നെയാണ്. ഹൃദയത്തിന് പ്രത്യേകിച്ച് പണിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വരും ഹാർട്ട് പമ്പ് ചെയ്യുമ്പോൾ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ. അപ്പോൾ ആ ഹൃദയസ്തംഭനം എന്നത് തന്നെയാണ് ഒട്ടുമുക്കാൽ കാരണത്തിലും അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ കേസുകളിലും അതുകൊണ്ട് മരണകാരണമെന്നും നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വളരെ കോമൺ ആയിട്ട്, പ്രത്യേകിച്ച് വയോധികരുടെ കാര്യത്തിലൊക്കെ നമ്മൾ സാധ്യമാണെന്ന് പറയുന്നത്. വയോധികരുടെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പോൾ യുവജനങ്ങളുടെ കാര്യത്തിലൊക്കെ തന്നെയും ഹാർട്ട് അറ്റാക്ക് ഒരു കോമൺ ഇഷ്യൂ ആയിട്ടൊക്കെ വരുന്നുണ്ട്. അതിന് പല കാര്യങ്ങളുമുണ്ട്. അതിന് ലൈഫ് സ്റ്റൈൽ, അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന കാറ്റഗറി തന്നെ പഠിക്കുകയും ചെയ്യുന്നത്. ഹൃദയ സ്തംഭനം ഉണ്ടാകുന്നതിന് പോലും ഇപ്പോൾ പ്രായം ചെന്നവരെന്നോ അല്ലെങ്കിൽ ചെറുപ്പക്കാരെന്നോ എന്ന് പറയുന്നൊരു വലിയ മാനദണ്ഡമൊന്നുമില്ല. കൂടുതൽ എണ്ണമെന്ന് പറയുന്നത് പ്രായം ചെന്നവരിലാണ്. കാരണം സ്വാഭാവികമായിട്ടും ലൈഫ് എക്സ്പെക്റ്റൻസി മീറ്റ് ചെയ്ത ആൾക്കാരുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ജീവിച്ചു തീർന്നവരുടെ കാര്യത്തിലാണ് നമ്മൾ പറയുന്നതെങ്കിൽ കൂടെയും ഇതൊരു ജീവിതശൈലി രോഗമായും പരിഗണിക്കുന്ന സാഹചര്യമുണ്ട്. നമ്മുടെ ജീവിതശൈലി, നമ്മുടെ എക്സസൈസ്, ഭക്ഷണ രീതികളും മറ്റുള്ളവയെല്ലാം തന്നെയും ഇവിടെയും ഹൃദയസ്തംഭനം ഉണ്ടാകുന്നതിൻ്റെ സാധ്യത ഏറിക്കുന്നതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ കൂട്ടത്തിൽ ഹാർട്ട് അറ്റാക്ക്, ഹൃദയസ്തംഭനം പഠിക്കുന്നത്. ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള മറ്റൊരു ഇന്ന് ഒരു രോഗാവസ്ഥയായിട്ട് തന്നെ കണക്കാക്കുകയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്, അമിതവണ്ണം. ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അമിതവണ്ണം എന്നാണ് അർത്ഥം അല്ലേ. അമിതവണ്ണം ഒരു രോഗമാണോ എന്ന് ചോദിച്ചാൽ രോഗമല്ല, ഒരു അവസ്ഥയാണല്ലോ അമിതവണ്ണം. പക്ഷെ അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും, ഒരു പരിധി വരെ സാധിക്കും. ചിലരുടെ കാര്യത്തിൽ നമ്മൾ ചില ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും, വളരെയധികം വണ്ണിച്ച് നിൽക്കുന്ന, വളരെ അമിതവണ്ണം ഉണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ കണ്ടിട്ട് സാധാരണയിലും വ്യത്യസ്തമായ രീതിയിൽ വണ്ണമുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഭക്ഷണ രീതി കൊണ്ട് മാത്രമോ അവരുടെ എക്സസൈസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമോ ഉള്ളതൊന്നുമല്ല, അത് അവരുടെ ഫിസിക്കൽ കണ്ടീഷനും കൂടിയാണ് അങ്ങനെ.
അപ്പോൾ അതിന് നമ്മൾ അമിതവണ്ണം എന്നാണ് സൂചിപ്പിക്കുക. അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ ആൾക്കാർക്ക് ഡെയിലി ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. അതുപോലെ ആർത്രൈറ്റിസ് മറ്റൊരു തരത്തിലുള്ള ഒരു കണ്ടീഷനാണ്. പക്ഷേ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണോ എന്ന് വെച്ചാൽ ഒരു പരിധിവരെ മാത്രമേ നമുക്ക് ലൈഫ് സ്റ്റൈലായിട്ട് പറയാൻ പറ്റുള്ളൂ. ഇത് ഓൾഡ് ഏജിങ് ആണ്, ഏജിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന ആളാണ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. അല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസായിട്ട് നേരിട്ട് നമുക്ക് കണക്ട് ചെയ്യേണ്ട, എന്നാൽ ചില കണക്ഷൻസ് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനും സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 3 രോഗാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട വസ്തുതകളെ ആയിരിക്കും: ഹാർട്ട് അറ്റാക്ക്, ഒബീസിറ്റി ആൻഡ് ആർത്രൈറ്റിസ്. വേറെ ഡിലേ ഒന്നും ഇല്ലാണ്ട് നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. പക്ഷേ പോകുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ നമ്മൾ ചില ചോദ്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടാണ് പോകുന്നത്. ആദ്യ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്നതിൽ പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരഭാര അനുപാതം എത്ര? ബോഡി മാസ് ഇൻഡെക്സ് എന്ന് ഇംഗ്ലീഷ് പറയും. എന്തോ പറയും? ബോഡി മാസ് ഇൻഡെക്സ്, ഭാര അനുപാതം. ഇത് നിങ്ങൾ ഇപ്പോൾ ഉള്ള കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ ഇത് അത്യാവശ്യം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ബോഡി മാസ് ഇൻഡെക്സ് നമ്മുടെ ശരീരഭാരം, നമ്മുടെ ഉയരമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എത്രയാകാം എന്നത് സൂചിപ്പിക്കുന്ന ഒരു റേഷ്യോ ആണ് ഈ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്, BMI എന്ന് പറയുന്നത്. അപ്പോൾ BMI പരിശോധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉയരം, നമ്മുടെ ഭാരം രണ്ടും തമ്മിൽ കമ്പയർ ഒക്കെ ചെയ്യും. അപ്പോൾ ഉയരത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭാരമാണോ, അതിൽ കൂടുതലോ ആണോ നമുക്കുള്ളത്, അതിൽ കുറവാണോ നമുക്കുള്ളത് എന്നൊക്കെയുള്ളത് പരിഗണിച്ചിട്ട് നമ്മൾ അണ്ടർ വെയ്റ്റ് ആണോ, ഓവർ വെയ്റ്റ് ആണോ, അതോ സന്തുലിതമാണോ അവസ്ഥ എന്നൊക്കെയുള്ള ബാലൻസ്ഡ് ആണോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നിർണ്ണയിക്കാൻ സാധിക്കും. അപ്പോൾ ഒരു അഡൾട്ട് പേഴ്സൻ്റെ ബോഡി മാസ് ഇൻഡെക്സിൻ്റെ വാല്യൂ എത്ര, അതിൻ്റെ റേഞ്ച് എത്രയാണ് ശരിയായിട്ടുള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 25, 29, 29, 35, 15, 18, 18.5, 24.9 കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇതിലേതാണ് കൃത്യമായ ബോഡി മാസ് ഇൻഡെക്സ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളിത് ക്ലാസ് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം അറിയാൻ സാധിക്കും. അടുത്ത ചോദ്യം: വിച്ച് among the following is an example for lifestyle diseases? ലൈഫ് സ്റ്റൈൽ ഡിസീസിന് ഉദാഹരണം ചുവടെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? ഒബീസിറ്റി, ടൈപ്പ് 2 ഡയബറ്റിസ് ആൻഡ് ബോട്ടിലിസം. ബോട്ടിലിസം ഉണ്ട്, ടൈപ്പ് 2 ഡയബറ്റിസ് ഉണ്ട്, ഒബീസിറ്റി ഉണ്ട്. ഇതിലേതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിന് ഉദാഹരണം എന്നാണ് ഉത്തരം. നിങ്ങൾക്ക് ഏകദേശം എന്തായാലും കിട്ടിയിട്ടുണ്ടാവും, എന്നാലും നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം: ഹൃദയപേശികളിലേക്ക് രക്തം എത്തിക്കുന്ന കുഴലുകളിൽ കാൽസ്യം, കൊഴുപ്പ്, കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടുന്നതിൻ്റെ ഫലമായി ധമനികളുടെ ഉള്ള് കുറഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? അതെറോസ്ക്ലെറോസിസ്, ആൻജിന, ഹൃദയസ്തംഭനം, രക്താതിസമ്മർദ്ദം. ഇതിലേതാണ് ഒരു ധമനികൾക്കുള്ളിൽ കാൽസ്യം, കൊഴുപ്പ്, അതുപോലെ കൊളസ്ട്രോൾ എന്നിവ അടിഞ്ഞുകൂടി ധമനികളുടെ ഉള്ള് കുറയുന്ന സാഹചര്യത്തെ സൂചിപ്പിക്കുന്ന പേരെന്ത്? ആ ഒരു മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരെന്താണ്? അതെറോസ്ക്ലെറോസിസ് ആണോ, ആൻജീനയാണോ, രക്താതിസമ്മർദ്ദമാണോ, അതോ ഹൃദയസ്തംഭനമാണോ എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇതിൻ്റെ ഉത്തരവും അറിയാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഉത്തരം കമൻറ്റ് ചെയ്തോളൂ, നമുക്ക് പോകുമ്പോൾ കൂടുതൽ വിശദാംശം മനസ്സിലാക്കാം. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു ദി ഹാർട്ട് അറ്റാക്ക്. ഹൃദയസ്തംഭനം. എ ഹാർട്ട് അറ്റാക്ക് മെഡിക്കലി ടേംഡ് ആസ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ. ഇതാണ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, MI എന്ന് പറയും. ഒക്കേഴ്സ്, നിങ്ങൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എഴുതിയിരിക്കുന്നത് ഹാർട്ട് അറ്റാക്ക് മൂലം മരണപ്പെട്ടു എന്നായിരിക്കണം എന്നില്ല. പിന്നെയോ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഉദ്ദേശിക്കുന്നത് ഹാർട്ട് അറ്റാക്കിനെയാണ്. ഒക്കേഴ്സ് when blood flow to a part of the heart muscle is severely reduced or completely blocked, causing death. ഡെത്തിനെയാണ് നമ്മൾ ഈ ഇൻഫാർക്ഷൻ എന്ന രീതിയിൽ സൂചിപ്പിക്കുന്നത്. കാർഡിയാക് ടിഷ്യൂസിൻ്റെ, ഹൃദയ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പേശികളുടെ നാശനം മൂലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്ക് എന്ന കണ്ടീഷനെ പറ്റി നമ്മൾ പറയാം. അതെങ്ങനെ ഉണ്ടാവുക? ഹൃദയത്തിലേക്ക് വന്ന് ചേരുന്ന ബ്ലഡ് വെസൽസിലേക്കുള്ള ബ്ലഡിൻ്റെ ഫ്ലോ പൂർണ്ണമായോ ഭാഗികമായോ അഫക്റ്റ് ചെയ്യപ്പെട്ടാൽ, ബ്ലോക്ക് ചെയ്യപ്പെട്ടാലാണ് ഹൃദയസ്തംഭനം ഉണ്ടാവുക. ഇറ്റ് ഇസ് വൺ ഓഫ് ദി ലീഡിംഗ് കോസ് ഓഫ് ഡെത്ത് ഗ്ലോബലി ആൻഡ് എ മേജർ പബ്ലിക് ഹെൽത്ത് കൺസേൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ മാത്രമല്ല കേട്ടോ, ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മുടെ ബോഡിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും പ്രധാനപ്പെട്ടതാണെങ്കിൽ കൂടിയും ഇതിൽ ഒഴിച്ചുകൂടാനാകാതെ വേണ്ട സംഗതികളാണ് ഒന്ന് ഹൃദയവും പിന്നെ നമ്മുടെ മസ്തിഷ്കവും, അല്ലേ? മസ്തിഷ്കം നമ്മുടെ ബ്രെയിൻ ആൻഡ് ഹാർട്ട്, ഹൃദയം. ഇത് രണ്ടും ഇല്ലാത്ത പക്ഷം നമുക്ക് ജീവൻ നിലനിർത്തുന്നതിന് അർത്ഥമില്ല. അതുകൊണ്ടാണ് ഈ ബ്രെയിൻ ഡെത്ത് സംഭവിക്കുന്ന സിറ്റുവേഷൻസിനെയും ആളെ ഡെത്തായിട്ട് കൺസിഡർ ചെയ്യും. ബ്രെയിൻ ഡെത്ത് എന്ന് പറയും, ബ്രെയിൻ മരിച്ചു കഴിഞ്ഞാൽ ഹൃദയം സ്തംഭിക്കുന്നുണ്ട്, ഹൃദയം ബ്ലഡ് പമ്പ് ചെയ്യുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ആ വ്യക്തിക്ക് ഉണ്ടാവില്ല. ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയേണ്ടി വരും. അതും ഭാഗികമായിട്ട് മാത്രം. ഹൃദയം സ്തംഭിക്കുന്നുണ്ട്, ഹൃദയം ജീവനോടെയുണ്ട്, അതുകൊണ്ട് കാര്യമായില്ല. അപ്പോൾ ഹൃദയസ്തംഭനം നിന്നാൽ ആൾ മരിക്കും, ബ്രെയിനിൻ്റെ പ്രവർത്തനം നിന്നാലും
ആരും മരിച്ചതിന് തുല്യം തന്നെയാണ് എന്നുള്ളത് കൊണ്ടാണ് ഇവ രണ്ടും വളരെ പ്രധാനമെന്ന് നമ്മൾ പറയുന്നത്. മറ്റെന്തെങ്കിലും ഓർഗനുകൾക്ക് എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ കൂടിയും ചില മെഡിസിൻസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ചില പ്രൊസീജിയറുകൾ ഉപയോഗിച്ചിട്ടോ ഒരു പരിധിവരെയൊക്കെ നമുക്ക് നിലനിർത്താൻ സാധിക്കും. പക്ഷേ ഈ രണ്ട് കാര്യത്തിൽ അതുണ്ടാവില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി ഇതൊരു കൺസേൺ തന്നെയാണ്. ഹൃദയസ്തംഭനം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കൺസേൺ തന്നെയാണ്. ഹൃദയസ്തംഭനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ചില ആൾക്കാരെ ഒന്ന് നാരോ ഡൗൺ ചെയ്തിട്ടിരിക്കുന്നതാണ് കീ ടെർമിനോളജീസ് ആയിട്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന പേര് കേട്ടാൽ നിങ്ങൾ എന്ത് മനസ്സിലാക്കിക്കോണം. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ഇസ് ദ ഡെത്ത് ഓഫ് ഹാർട്ട് മസിൽസ് ഡ്യൂ ടു ബ്ലോക്ക്ഡ് ബ്ലഡ് സപ്ലൈ. ഇപ്പോൾ ഹൃദയത്തിലേക്ക് ബ്ലഡ് സപ്ലൈ ചെയ്യപ്പെടുന്നത് നിലയ്ക്കപ്പെടുന്നതിൻ്റെ സാഹചര്യത്തിൽ ഹാർട്ടിലെ ടിഷ്യൂസ് അല്ലെങ്കിൽ ഹാർട്ടിലെ മസിൽസ് ഡാമേജ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഡെത്ത് സംഭവിക്കുന്ന സിറ്റുവേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്നത്. മയോ എന്ന് പറഞ്ഞാൽ ദ ടേം ഇസ് അസോസിയേറ്റഡ് വിത്ത് മസിൽസ്. മയോ എന്ന വാക്ക് എന്തുമായിട്ട് അസോസിയേറ്റഡ് ആണ്? മസിലുമായിട്ട് അസോസിയേറ്റഡ്. മസിൽ ഫിലമെൻസിനെയൊക്കെ നമ്മൾ പറയും മയോ ഫിലമെൻസ് എന്നൊക്കെ. കാർഡിയൽ എന്ന് പറഞ്ഞാൽ അസോസിയേറ്റഡ് ടു ഹാർട്ട്. അപ്പോൾ മയോകാർഡിയൽ എന്ന് പറഞ്ഞാൽ ഹാർട്ട് മസിൽസ്. കാര്യം പിടികിട്ടും. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ്. ലോജിക്കിൽ നമുക്ക് വാക്കുകൾ എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ ഇൻഫാർക്ഷൻ്റെ മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ മീനിങ് എന്ന് പറയുന്നത്? ഡെത്ത്. ദ മീനിങ് ഡെത്ത്. അപ്പോൾ എന്താ? ഹാർട്ട് മസിൽസിൻ്റെ ഡെത്തിനെയാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ മീൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിരിക്കാം. സെറ്റല്ലേ? 2, ഇസ്കീമിയ. ഇസ്കീമിയ എന്താണ്? ഇസ്കീമിയ ഇസ് ദി ഇൻസഫിഷ്യൻറ്റ് ബ്ലഡ് ഓർ ഓക്സിജൻ സപ്ലൈ ടു ആൻ ഓർഗൻ. ഏതൊരു ഓർഗനിലേക്കും നമ്മൾ ഇതിനകത്ത് പഠിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇസ്കീമിയ നമ്മൾ സ്ട്രോക്കിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതിൽ നമ്മൾ പറഞ്ഞ കാര്യം, ആ സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ നിലയ്ക്കുന്ന അവസ്ഥയിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഭാഗികമായിട്ടുള്ള രീതിയിൽ ബ്ലഡ് സപ്ലൈ നിലയ്ക്കുന്ന സമയത്തുണ്ടാകുന്ന സിറ്റുവേഷൻ ഇസ്കീമിയ എന്ന് പറയാൻ പറ്റും. അതായത് ഏതൊരു ഓർഗനിലേക്കും ബ്ലഡ് സപ്ലൈ, എസെൻഷ്യലി ഓക്സിജൻ സപ്ലൈനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്സിജനെ കൊണ്ടുപോകുന്നത് ബ്ലഡ് ആണെന്നുള്ളത് കൊണ്ട് ഓക്സിജൻ സപ്ലൈ എന്നതിന് പകരം എന്തെന്ന് പറയാം? ബ്ലഡ് സപ്ലൈ എന്നും പറയാമെന്ന് മാത്രം. അപ്പോൾ ഇസ്കീമിയ എന്താണ്? ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ബ്ലഡ് സപ്ലൈ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ബ്ലഡ് സപ്ലൈ ആവശ്യത്തിനുണ്ടോ? ഇല്ല, ഇൻസഫിഷ്യൻ്റ് ആണ്. അനിവാര്യമായ അളവിലുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാതിരിക്കുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഇസ്കീമിയ എന്ന് പറയുന്നത്. അപ്പോൾ ഹൃദയത്തിലേക്കായാലും സെയിം സിറ്റുവേഷനാണ്. ആവശ്യത്തിനുള്ള ബ്ലഡ് ഫ്ലോ മറ്റേതൊരു ഓർഗനിലേക്ക് പോകുന്നതിനോടൊപ്പം തന്നെ ഹൃദയത്തിലേക്ക് വന്നു കയറണമല്ലോ. ഹൃദയത്തിലേക്ക് വരുന്ന ബ്ലഡിനെയാണ് ഹൃദയത്തിന് പമ്പ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഹൃദയത്തിലേക്ക് ആവശ്യത്തിനുള്ള ബ്ലഡ് ഫ്ലോ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഹൃദയത്തിൽ നിന്ന് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ഫ്ലോയിൽ എന്ത് സംഭവിക്കും? കുറവ് സംഭവിക്കും. ഇത് ഡാമേജുകൾക്ക്, ഇത് മറ്റ് ടിഷ്യൂകൾക്കോ ഓർഗനുകൾക്കോ ഒക്കെ ഡാമേജ് ഉണ്ടാക്കാം. 2, ആൻജിന പെക്ടോറസ്. എന്താണ് ആൻജിന പെക്ടോറസ് എന്ന് പറയുന്നത്? മറ്റൊരു ടേം. ഇവിടെ എന്താണ് ആൻജിന പെക്ടോറസ്? ഇതെല്ലാം നിങ്ങൾ ഹൃദയസ്തംഭനവുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ സാധ്യതയുള്ള ടേമുകളാണ്, ടെർമിനോളജീസ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് ആൻജിന പെക്ടോറസ് മക്കളെ? ചെസ്റ്റ് പെയിൻ കോസ്ഡ് ബൈ റെഡ്യൂസ്ഡ് ബ്ലഡ് ഫ്ലോ ടു ദി ഹാർട്ട് വിത്തൗട്ട് ഇൻഫാർക്ഷൻ. മരണപ്പെട്ടിട്ടുണ്ടാവില്ല, ചെസ്റ്റിലെ മസിൽസ് മരണപ്പെട്ടിട്ടുണ്ടാവില്ല. ഇസ്കീമിയ കാരണം. എന്ത് കാരണമാണ്? ഇസ്കീമിയ കാരണം ഹൃദയവേദന ഉണ്ടാകുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ആൻജിന പെക്ടോറസ്. ഇപ്പം എന്താ ആൻജിന പെക്ടോറസ്? അത് ചെസ്റ്റ് പെയിൻ ആണ്. നമ്മൾ പറയില്ലേ നെഞ്ചുവേദന എടുക്കുന്നു, നമ്മൾ പറയും നെഞ്ചുവേദനയാണ് സംഭവം. നെഞ്ചുവേദനയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുക? ആൻജിന പെക്ടോറസ്. ഇപ്പോൾ ഡോക്ടേഴ്സ് തമ്മിൽ ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കത്തൊക്കെ ഉണ്ടാവില്ലേ? ഒരു സീരിയസ് കേസൊക്കെ ആണെങ്കിൽ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തത് എന്തിനാ? ആൻജിന പെക്ടോറസ് ആയിരുന്നു അല്ലേ? പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്തത് ആൻജിന പെക്ടോറസ് ആയിട്ടായിരുന്നു. ആൻജിന പെക്ടോറസ് ചെസ്റ്റ് പെയിൻ ആയിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എന്തില്ല? ഇൻഫാർക്ഷൻ ഇല്ല, ഹാർട്ട് മസിൽസിനൊന്നും ഡാമേജ് സംഭവിച്ചില്ല. അപ്പോൾ ഇത് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആയിരുന്നില്ല, പകരം ഇസ്കീമിയാണ് കാരണം എന്ന് പറയാൻ പറ്റും. 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ സിറ്റുവേഷനാണ് എത്തറോസ്ക്ലെറോസിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്തറോസ്ക്ലെറോസിസ്. ഇതൊന്നും ഓരോ സിറ്റുവേഷനെ പറ്റി അല്ല നമ്മൾ പറയുന്നത്, ടേംസ് ആണ്. പ്രധാനപ്പെട്ട പോലെ ടേംസ് നമ്മൾ മനസ്സിലാക്കുന്നത്. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പഠിച്ചു. ഇസ്കീമിയ എന്താ? ബ്ലഡ് ഫ്ലോയിൽ ഉണ്ടാകുന്ന കുറവാണ്. ആൻജിന പെക്ടോറസ് എന്താ? അത് ഹാർട്ട് പെയിൻ ആണ്. എന്ത് കാരണം? ബ്ലഡ് സപ്ലൈ കുറയുന്നത് കാരണം ഉണ്ടാകുന്ന ഹാർട്ട് പെയിൻ ആണ്. എത്തറോസ്ക്ലെറോസിസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഹാർഡനിങ് ആൻഡ് നാരോവിങ് ഓഫ് ആർട്ടറീസ് ഡ്യൂ ടു പ്ലേക്ക് ബിൽഡപ്പ്. ആർട്ടറികളിൽ അഥവാ ധമനികളിൽ കൊളസ്ട്രോളോ ഫാറ്റോ പ്ലേക്കോ മറ്റ് വസ്തുക്കളുടെയോ ഒക്കെ നിക്ഷേപം മൂലം ആർട്ടറികളുടെ വാൾസ്, ഭിത്തികൾ വലുപ്പം കൂടി ആർട്ടറിക്കുള്ളിലുള്ള ഇടം കുറയുന്ന സാഹചര്യത്തെയാണ് നമ്മൾ എന്തായിട്ട് വിളിക്കുന്നത്? എത്തറോസ്ക്ലെറോസിസ്. ഇപ്പോൾ ഇതൊരു ആർട്ടറിയുടെ ഉള്ളിൽ ഇത്രത്തോളം തിക്നെസ് ഉണ്ട്, ഇത് ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഫാറ്റിൻ്റെയൊക്കെ ഡെപ്പോസിറ്റ് വന്ന് ആ ആർട്ടറിയുടെ ഉള്ളിൽ കുറയും. ശരിയല്ലേ? പിന്നെ ബ്ലഡിന് ഫ്ലോ ചെയ്യാൻ ഇത്രയും ഗ്യാപ്പ്, ഈ ഗ്യാപ്പിൽ കൂടെ വേണം ഫ്ലോ ചെയ്യാനായിട്ട്. ശരിയാണോ? അപ്പോൾ ഇവിടെയുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് കാരണം അതിൻ്റെ തിക്നെസ് കുറഞ്ഞ സിറ്റുവേഷൻ വന്നു.
ഈ സിറ്റുവേഷൻ ആർട്ടറികളിൽ ഇങ്ങനെ ഫാറ്റ് ഡെപ്പോസിറ്റ് കാരണം ആർട്ടറികളുടെ വലിപ്പം കുറയുന്ന സാഹചര്യത്തെയാണ്, ആർട്ടറിയുടെ വലിപ്പം മീൻസ് ആർട്ടറിൻ്റെ ഉള്ള് കുറയുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അതെറോസ്ക്ലെറോസിസ് എന്ന് പറയുന്നത്. അഞ്ചാമത്തെയാണ് ത്രോംബോസിസ് ആണ്. പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പിടികിട്ടി കാണും. ത്രോംബോ ഇസ് അസോസിയേറ്റഡ് വിത്ത് പ്ലേറ്റ്ലെറ്റ്സും പിന്നെ ത്രോംബിനോജൻ എന്നൊക്കെ പറയുന്ന ഐറ്റംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്ന പ്രോട്ടീൻസും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ത്രോംബോസിസ് എന്ന വാക്ക് അപ്പോൾ എന്തുമായിട്ട് കണക്ട് ചെയ്യാം? ബ്ലഡ് ക്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട് കണക്ട് ചെയ്യാം. ബ്ലഡ് ക്ലോട്ട് ഫോർമേഷൻ ഇൻസൈഡ് എ ബ്ലഡ് വെസൽ, അത് സംഭവിക്കാം കേട്ടോ. ബ്ലഡ് വെസൽസിനുള്ളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ വരാം. അങ്ങനെ വന്നാൽ എന്താ പ്രശ്നം? ഒരു ഫാറ്റ് ഡെപ്പോസിറ്റ് ബ്ലഡിനകത്ത് ഉണ്ടാകുന്നതിനേക്കാൾ ഭീകരമാണ് ത്രോംബോസിസ് എന്ന സിറ്റുവേഷൻ. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നത്, ബ്ലഡ് തന്നെ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് പോലെ ബ്ലഡിനോടൊപ്പം ഈ വെയിൻസിലും ആർട്ടറീസിലോടൊപ്പം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു ചെറിയ പോർഷനിലേക്ക് എത്തുന്ന സമയത്ത് അത് വന്നിട്ട് അവിടെ അടഞ്ഞ് ആ ഒരു പോർഷൻ ബ്ലോക്ക് ചെയ്യപ്പെട്ട്, ഇത് ക്ലോട്ടാണെന്ന് വിചാരിച്ചു, ബ്ലഡ് ക്ലോട്ട് ചെയ്യപ്പെട്ട് വന്നൊരു സാധനമെന്ന് വെച്ചു, ഇവിടെ വന്ന് ബ്ലഡ് അതങ്ങ് അടിഞ്ഞു. അപ്പോൾ ഇനി വരുന്ന ബ്ലഡിന് ഇത് കടന്നു പോകാൻ പറ്റുമോ? പറ്റത്തില്ല. ഹാർട്ടിന് ബ്ലഡ് കിട്ടുമോ? ഇവിടെ ഹാർട്ട് ഇരിക്കുക, ഹാർട്ടിന് ബ്ലഡ് കിട്ടുമോ? കിട്ടത്തില്ല. എന്ത് ചെയ്യും? ഹാർട്ട് അറ്റാക്ക്, മരണം സംഭവിക്കും, ആൾ മരിച്ചു. കണ്ടോ? അപ്പോൾ ത്രോംബോസിസും ഡെഡ്ലി ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയിരിക്കുക. പക്ഷേ ത്രോംബോസിസ് എന്ന് പറയുമ്പോൾ ബ്ലഡ് വെസൽസിലൂടെയുള്ള ബ്ലഡ് ഫ്ലോ പ്രിവെൻറ്റ് ചെയ്യപ്പെടും. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യപ്പെടും? പക്ഷേ മറ്റേ പ്ലേക്ക് ഡെപ്പോസിറ്റോ മറ്റൊന്നും വന്നിട്ടായിരിക്കില്ല, പകരം ബ്ലഡ് തന്നെ ക്ലോട്ട് ചെയ്യപ്പെട്ടിട്ടായിരിക്കും. ബ്ലഡ് ഈ വെസൽസിനുള്ളിൽ തന്നെ ക്ലോട്ട് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ വരാം. അങ്ങനെ ക്ലോട്ട് ചെയ്തിട്ട് ബ്ലഡ് ഫ്ലോനെ പ്രിവെൻറ്റ് ചെയ്യുന്ന സിറ്റുവേഷനെയാണ് ത്രോംബോസിസ് എന്ന് പറയുക. അപ്പോൾ എല്ലാവരെയും മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ആരാണ്? ഇസ്കീമിയ ആരാണ്? ആൻജിന പെക്ടോറിസ് ആരാണ്? അതെറോസ്ക്ലെറോസിസ് എന്താണ്? അതുപോലെ ത്രോംബോസിസ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുവാണ്. ഹൃദയസ്തംഭനവുമായി ബന്ധപ്പെട്ട് ഇവരെ എല്ലാവരെയും മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ്. മുന്നോട്ട് പോകാമല്ലോ മക്കളെ? സെറ്റ്. എങ്ങനെയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ഫാറ്റി സ്ട്രീക്ക്, LDL കൊളസ്ട്രോൾ അക്യൂമുലേറ്റ്സ് ബിനീത്ത് എൻഡോത്തീലിയം ഓഫ് കൊറോണറി ആർട്ടറി. നമ്മുടെ കൊറോണറി ആർട്ടറി ഇല്ലേ, ബ്ലഡ് വെസലായ കൊറോണറി ആർട്ടറി, ഈ ആർട്ടറികളിൽ LDL കൊളസ്ട്രോളിൻ്റെ അക്യൂമുലേഷൻ, LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീനാണ്, ലിപ്പിഡ്സ് ആണ്. ആ ലോ ഡെൻസിറ്റി LDL എന്ന് പറയുന്നത് ബാഡ് കൊളസ്ട്രോൾ എന്ന് വിളിക്കുന്ന സാധനം. വേറൊരെണ്ണമുണ്ട് HDL, ഹൈ ഡെൻസിറ്റി ലിപ്പിഡ്സ്, അവന്മാർ ഗുഡ് കൊളസ്ട്രോളാണ്. ഓക്കെ, അപ്പോൾ അപ്പോൾ കൊളസ്ട്രോൾ തന്നെ രണ്ട് തരത്തിലുണ്ട്. ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്, ബാഡ് കൊളസ്ട്രോൾ. LDL ഉണ്ട്, HDL ഉണ്ട്. HDL നമ്മുടെ ബ്ലഡിലുണ്ട് അല്ലെങ്കിൽ ബോഡിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പരിധി വിട്ടാലെല്ലാം കുഴപ്പമാണ്. എന്നാലും HDL നമ്മുടെ ബോഡിയിലുള്ളത് വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക്. അത് നല്ലതാണ് ആക്ച്വലി. കാരണം HDL വിൽ ഹെൽപ്പ് ടു ബ്രേക്ക് ഡൗൺ LDLനെ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതിന് സഹായിക്കുന്നവൻ HDL. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്തേക്ക് ആവശ്യമില്ലാത്ത ഫാറ്റ് ഉണ്ടല്ലോ, കൊളസ്ട്രോൾ, ഫാറ്റ്, LDL, ലോ ഡെൻസിറ്റി, ഈ സാധനം വരുന്നതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ HDL സഹായിക്കും. അപ്പോൾ പ്രശ്നക്കാരൻ ആരാന്ന് ചോദിച്ചാൽ സിംപ്ലി ഇറങ്ങിയിരിക്കുക, അത് LDL ആണ്. അപ്പോൾ ഈ LDL കൊളസ്ട്രോൾ നമ്മുടെ കൊറോണറി ആർട്ടറിക്കുള്ളിൽ അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ, ഫാറ്റി സ്ട്രീക്ക് എന്ന് പറയുന്ന സിറ്റുവേഷൻ. രണ്ട് പ്ലേക്ക് ഫോർമേഷനാണ്. മാക്രോഫേജസ് എൻഗൾഫ് LDL ഫോമിംഗ് ഫോം സെൽസ്, സ്മൂത്ത് മസിൽ പ്രൊലിഫറേറ്റ് ഫോമിംഗ് അതെറോസ്ക്ലെറോസ്റ്റിക് പ്ലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതിനുശേഷം ഇങ്ങനെ ചെറിയ LDL കൊളസ്ട്രോൾ എവിടെയെങ്കിലും അക്യൂമുലേറ്റ് ചെയ്ത് നിൽക്കും എൻഡോത്തീലിയത്തിൽ. എൻഡോത്തീലിയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഈ പറയുന്ന ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ വരുന്ന ലെയറിനെ വിളിക്കുന്ന പേരാണ് എൻഡോത്തീലിയം. അവിടെ ഈ പ്ലേക്ക് LDL അക്യൂമുലേറ്റ് ചെയ്ത് വരും. ആ LDLന് ചുറ്റും മാക്രോഫേജസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വന്ന് അടിഞ്ഞു കൂടുകയും കൂടുതൽ മസിൽസ് അവിടെ പ്രൊലിഫറേറ്റ് ചെയ്ത് വളർന്ന് കയറി വലിപ്പം കൂടി കുറച്ചുകൂടി വലുതാവുന്ന സാഹചര്യം ആവുകയും ചെയ്യും. അങ്ങനെ വലുതായി കഴിയുമ്പോഴാണ് നമ്മൾ അതിനെ പ്ലേക്ക് ഡെപ്പോസിറ്റായി എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്, പ്ലേക്ക് ഫോം ചെയ്തു നമ്മൾ പറയും. പിന്നെ ഉള്ളത് പ്ലേക്ക് റപ്ചറാണ്. അൺസ്റ്റേബിൾ പ്ലേക്ക് റപ്ചേഴ്സ് ഡ്യൂ ടു ഇൻഫ്ലമേഷൻ ഓർ ഫിസിക്കൽ സ്ട്രെസ് എക്സ്പോസിങ് കൊളാജൻ. കൊളാജൻ എന്ന് പറയുന്ന മെറ്റീരിയൽസ് കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന പോലെ തന്നെ ബ്ലഡ് വെസൽ, ഈ ബ്ലഡിൽ തന്നെ ബ്ലഡിൻ്റെ നമ്മുടെ എൻഡോത്തീലിയം ടിഷ്യൂ ഉണ്ടല്ലോ, ഈ എൻഡോത്തീലിയൽ വാൾസ് ബ്രേക്ക് ഡൗൺ ചെയ്താൽ നമ്മൾ കാണുന്നത് ഈ എൻഡോത്തീലിയത്തിൻ്റെ ബ്ലഡ് വെസലിൻ്റെ ഉള്ളിലുള്ള പോർഷൻ എക്സ്പോസ്ഡ്. ആ ഉള്ളിലുള്ള പോർഷനാണ് നമ്മൾ ഈ കൊളാജൻ എന്ന് പറയുന്നത്. ബ്ലഡ് വെസലിൻ്റെ ഈ ഉള്ളിലുള്ള പോർഷനെ വിളിക്കുന്ന പേരാണ് കൊളാജൻ. അപ്പോൾ എൻഡോത്തീലിയൽ ടിഷ്യൂ ഉൾപ്പെടെ നശിച്ചു പോയി കഴിഞ്ഞാൽ ഉള്ളിലുള്ള കൊളാജൻ വിസിബിൾ ആവുന്ന സിറ്റുവേഷൻ വരും. ത്രോംബോസിസ്, പ്ലേറ്റ്ലെറ്റ്സ് അഗ്രിഗേറ്റ്സ് അറ്റ് ദ റപ്ചർ സൈറ്റ് ആൻഡ് ബ്ലഡ് ക്ലോട്ട്. അങ്ങനെ ഈ പറയുന്ന ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ എൻഡോത്തീലിയം ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത്, ബ്ലഡ് വെസൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കൊളാജൻ എക്സ്പോസ്ഡ് ആകുമ്പോൾ അവിടേക്ക് ത്രോംബോസിസ്, നമ്മുടെ പ്ലേറ്റ്ലെറ്റുകളും മറ്റുമൊക്കെ വന്ന് അവിടെ ബ്ലഡ് ക്ലോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിട്ട് ബ്ലഡ് ക്ലോട്ടിങ്ങും സംഭവിക്കുന്ന അവസ്ഥ വരാം. അപ്പോൾ പ്ലേക്ക് റപ്ചർ ചെയ്തിട്ട് പ്ലേക്ക് പൊട്ടുന്ന അവസ്ഥയിലാണ് ഇങ്ങനത്തെ സംഭവിക്കുന്നത്. അപ്പോൾ ഫാറ്റി സ്ട്രീക്ക്, ഫാറ്റിൻ്റെ ഡെപ്പോസിറ്റ്, പ്ലേക്ക് ഫോർമേഷൻസ് ഉണ്ടാകുന്നത്, പ്ലേക്ക് റപ്ചറായി പോകുന്നത്, ത്രോംബോസിസ് പോലുള്ള സിറ്റുവേഷൻസ് ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. 5 ആർട്ടീരിയൽ ഒക്ലൂഷനാണ്.
പാർഷ്യലി ഓർ കംപ്ലീറ്റ്ലി ബ്ലോക്സ് ദി കൊറോണറി ആർട്ടറി ലൂമൻ. നമ്മൾ പറഞ്ഞു കൊറോണറി ആർട്ടറിനെ നമ്മൾ കംപ്ലീറ്റ്ലിയോ പാർട്ട്ലിയോ അതിനെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. And ischemia and infarction. Oxygen deprivation leads to ischemia. Prolonged ischemia cause irreversible myocardial cell death. അവിടെ ഉള്ള സെൽസ് ഇസ്കീമിയ എന്ന് പറയുമ്പോൾ പിന്നീട് ആ ബ്ലഡ് ഫ്ലോ പിന്നീട് അങ്ങോട്ടേക്കുള്ള നമ്മളെ ആ പ്രദേശത്തേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് ഇസ്കീമിയ ഉണ്ടാവുകയും ഇസ്കീമിയ 20-30 മിനിറ്റിൽ കൂടുതലായിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മയോകാർഡിയൽ സെൽസിൻ്റെ ആ ഭാഗത്ത് വരുന്ന സെൽസിൻ്റെ ഡെത്ത് സംഭവിക്കുന്ന സിറ്റുവേഷനിലേക്ക് അത് ലീഡ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ സയൻസ് എന്താ? ഹാർട്ട് അറ്റാക്ക് വരാനിരിക്കുന്നു അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് എങ്ങനെ നമുക്ക് തിരിച്ചറിയും? എന്താണ് ഇതിൻ്റെ സിംറ്റംസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ചെസ്റ്റ് പെയിൻ ആൻഡ് ചെസ്റ്റ് പ്രഷർ. ചെസ്റ്റിന് പ്രഷർ അനുഭവപ്പെടുക അല്ലെങ്കിൽ ചെസ്റ്റ് പെയിൻ നമ്മൾ ജനറലി പറയും. എ ക്രഷിംഗ് സ്ക്വീസിങ് സെൻസേഷൻ മേ റേഡിയേറ്റ് ടു ദ ലെഫ്റ്റ് ആം, ജോ, ഷോൾഡർ, നെക്ക് ആൻഡ് ബാക്ക്. നമ്മുടെ ഇടത് കൈകളിലേക്ക് ഇപ്പം ഹാർട്ടിൽ നിന്ന് തുടങ്ങുന്ന ഒരു വേദന, ഒരു കൂട്ടിപ്പിടുത്തം ഹാർട്ടിൽ നിന്ന് പതിയെ ലെഫ്റ്റ് ആമിലേക്ക് എന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്നത് പോലുള്ളൊരു തോന്നലുണ്ടാവുക. നമ്മുടെ ജോ താടിയലിൽ ക്ഷണിക്കുന്നത് പോലെ താടിയലിലേക്ക് ആ വേദന പഠനം. താടിയിൽ എന്ന് പറഞ്ഞാൽ ഇത്രയും പോർഷൻ ഒരുമിച്ചാണ്. ഇപ്പോൾ അതായത് നമ്മുടെ ഷോൾഡർ വരും, നമ്മുടെ നെക്ക് വരും, നമ്മുടെ ബാക്ക് വരും, നമ്മുടെ ലെഫ്റ്റ് ആം വരും. ഓക്കെ, അപ്പോൾ ഇത്രയും ഏരിയയിലേക്ക് ഹാർട്ടിൽ നിന്ന് സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഒരു വേദന പോലെ തോന്നിക്കുന്ന സിറ്റുവേഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ് അത് വരിക, ലെഫ്റ്റ് സൈഡിലേക്കാണ് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഹൃദയസ്തംഭനം ഉണ്ടാകുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് അത് കണക്കാക്കാം. സാധാരണ മറ്റ് സിറ്റുവേഷനുകളിലും ഇങ്ങനെയൊക്കെ വരാം. നമുക്കിപ്പോൾ ലെഫ്റ്റ് ആമിന് വേദന ഉണ്ടാവാൻ വേറെ എന്തെങ്കിലും ചെറിയ ജോലി ചെയ്തതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു കാരണവും ഈ പറയുന്ന കയ്യിൽ പെയിൻ ഉണ്ടാവാൻ ഒരു സാധ്യതയും ഇല്ലാതെ ഹൃദയത്തിൽ നിന്ന് തുടങ്ങുന്നൊരു വേദന ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ആലോചിച്ചിരിക്കുക. നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ബ്ലഡ് ഫ്ലോവിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ചിലപ്പോൾ ഇസ്കീമിയ ആയിരിക്കാം, വോട്ടെവർ ഇറ്റ് ഈസ് ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, നമ്മുടെ ശ്വാസം എടുക്കുന്നതിനകത്ത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അതെന്താണെന്നറിയോ? ബിക്കോസ് ഓഫ് ദി റെഡ്യൂസ്ഡ് കാർഡിയക് ഔട്ട്പുട്ട് ആൻഡ് പൾമനറി ഇഡിമ. പൾമനറി ഇഡിമ എന്ന് പറഞ്ഞാൽ ഈ ഹാർട്ട് ഫങ്ഷൻ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ലങ്സിൽ ഉൾപ്പെടെ വെള്ളം കെട്ടുന്ന പോലത്തെ ഫ്ലൂയിഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരും. അതിന് പൾമനറി ഇഡിമ എന്ന് പറയുന്നത്. നമ്മുടെ ആൽവിയോളായി, നമ്മുടെ ലങ്സിനകത്തുള്ള എയർ സാക്കുകളിലേക്ക് ഹൃദയത്തിൽ നിന്ന് ബ്ലഡ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ആ ബ്ലഡിൽ നിന്നുള്ള ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തെടുക്കുന്നത് ആൽവിയോളയിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഹൃദയത്തിൽ നിന്നുള്ള ബ്ലഡിൻ്റെ സപ്ലൈ ഒരുപാട് കുറയുവാണെങ്കിൽ ഈ എക്സ്ചേഞ്ച് പ്രോപ്പറായിട്ട് നടക്കാതെ വരുന്ന സമയത്ത് ആൽവിയോളയ്ക്കുള്ളിൽ ഫ്ലൂയിഡ്സിൻ്റെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ പൾമനറി ഇഡിമ ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഹാർട്ടിൻ്റെ റെഡ്യൂസ്ഡ് ഫംഗ്ഷനിങ് കാരണമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ ഫ്ലൂയിഡ് ഡെപ്പോസിറ്റ്സ് ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്താ? ആൽവിയോളയാണ് പ്രധാനമായിട്ടും നമ്മൾ എടുക്കുന്ന ശ്വാസം എടുക്കുമ്പോൾ ഉള്ള ഓക്സിജൻ മുഴുവൻ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് കൊടുക്കുന്നത് ഈ ആൽവിയോളയിൽ നിന്നാണ്. ആൽവിയോള എന്ന് പറയുന്ന ഒരു ചാക്ക് പോലെ ഇരിക്കുക. അപ്പോൾ ആൽവിയോള എന്ന് പറയുന്ന ചാക്കിനകത്ത് ഫുൾ സർഫസ് ഏരിയയിലൂടെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്ത് എടുത്തുകൊണ്ടിരുന്നതാണ് നേരത്തെ. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തോ പറ്റി? ആൽവിയോളയിൽ പകുതി വെള്ളം കെട്ടി, അല്ലെങ്കിൽ നീര് കെട്ടി നമ്മൾ പറയും. വെള്ളമല്ല, നീരാ, ചെറിയ ഫ്ലൂയിഡാണ്. നമ്മുടെ ബോഡിക്കകത്തുള്ള ഫ്ലൂയിഡ്സിൻ്റെ ഡെപ്പോസിറ്റ്സ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ എന്തോ പറ്റും? ആ ബാക്കി അവശേഷിക്കുന്ന ഇത്രയും ഏരിയയിലൂടെ മാത്രമായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക? ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുക. അത് നേരത്തെ ഉണ്ടായിരുന്ന ആൽവിയോളയുടെ ഫംഗ്ഷനിങ്ങിൻ്റെ പകുതി മാത്രം എഫിഷ്യൻസിയിൽ മാത്രം ഫംഗ്ഷൻ ചെയ്യുന്നവരും നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിലുള്ള ഓക്സിജൻ കിട്ടുന്നില്ല എന്നുള്ള ഫീലിംഗ് വരും. അതാണ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തിന് കാരണമാകുന്നത്. ഓക്കെ, നമുക്ക് ആവശ്യത്തിനുള്ള വലിച്ച് നമ്മൾ ശ്വാസമൊക്കെ എടുക്കുന്ന സാഹചര്യം വരും. ആവശ്യത്തിനുള്ള ഓക്സിജൻ കിട്ടുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഓക്കെ, പിന്നെ ഉള്ളത് സ്വെറ്റിംഗ് ആണ്. കോൾഡ് ക്ലാമി സ്വെറ്റ് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ആക്ഷനാണ്. നമ്മൾ വേർക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിക്കകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിട്ട് ആ പ്രശ്ന പരിഹാരത്തിനായിട്ട് നമ്മളെ ബോഡിയെ റെസ്പോണ്ട് ചെയ്യിക്കുന്നതിനും തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ ബോഡി സ്വെറ്റ് ചെയ്യും. പിന്നുള്ളത് നോസിയ ആൻഡ് വോമിറ്റിംഗ്. അൺകോമൺ ആണ്. കോമൺ ഇൻ ഇൻഫീരിയേഴ്സ് മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, ഇൻഫീരിയർ മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ ഒക്കെ കാണുന്നത്. അതായത് വളരെ ചുരുക്കം ചില മയോകാർഡിയൽ ഇൻഫാക്ഷൻസിൽ മാത്രമാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക? നോസിയ ആൻഡ് വോമിറ്റിംഗ്, ഛർദിലും അതുപോലെ തലകറക്കം പോലെയൊക്കെ ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവുക. പൊതുവേ അതിന് മുകളിലുള്ള കാര്യങ്ങളാണ് കൂടുതലും പറയുന്നത്. ഏറ്റവും മെയിനായിട്ടുള്ള കറക്റ്റ് ഓർഡറിലാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഏറ്റവും പ്രബലമായിട്ടുള്ളവനെ ഏറ്റവും ആദ്യവും എന്ന രീതിയിൽ എഴുതി പോയിരിക്കുന്നത്. ഓക്കെ, സെറ്റ്. പാൽപിറ്റേഷൻസ്, ഇറഗുലർ ഹാർട്ട് ബീറ്റ്. നമുക്കൊരു ഹാർട്ട് ബീറ്റിനൊരു റിതം ഉണ്ടല്ലോ, കൃത്യമായിട്ടൊരു റിതം ഉണ്ട്. നമുക്കറിയാം, ഡും 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 നടിച്ചു പോകുന്നതിൻ്റെ ഒരു റിതം ഉണ്ട്. അൺലെസ് ദർ ഈസ് എനി എമർജൻസി, ആ എമർജൻസി വരുന്ന സമയത്ത് ആ റിതത്തിന് ചേഞ്ച് ഉണ്ട്, നമുക്കതറിയാം. എപ്പോഴും ഹാർട്ട് ഒരുപോലെ അല്ല ബീറ്റ് ചെയ്യും. നമ്മൾ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ ഹാർട്ട് കൂടുതൽ ബീറ്റ് ചെയ്യും. അതും നേരത്തെ പറഞ്ഞ പോലെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ആക്ടിവേഷൻ കാരണം ഉണ്ടാകുന്നതാണ്.
അല്ലാത്ത നോർമൽ സിറ്റുവേഷൻസിൽ വളരെ കാമാവും, ടെൻഷൻ അടിക്കുന്ന സമയത്ത് ഹാർട്ട് ബീറ്റ് വ്യത്യാസമുണ്ട്. പക്ഷേ സാധാരണ സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ ഹാർട്ട് ബീറ്റ് ഇത്രയും കൂടേണ്ടതില്ല എന്ന് തോന്നിക്കുന്നിടത്ത് ഇറഗുലറായിട്ട് ഹാർട്ട് ബീറ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ ഉണ്ടായാലൊന്ന് പിടിച്ചോണം. അത് ചിലപ്പോൾ ഹാർട്ട് അറ്റാക്കിലേക്ക് ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം. പിന്നെ ഫെറ്റിഗ് ആൻഡ് വീക്ക്നെസ്, ശരി തളർച്ചയൊക്കെ ഉണ്ടായിട്ട് പോകുന്ന കണ്ടീഷനും മറ്റുമൊക്കെ ഉണ്ടാകാമെന്നുള്ളതാണ്. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഹാർട്ട് അറ്റാക്ക് നമ്മൾ പൊതുവേ മറ്റ് പല പ്രയോഗങ്ങളോടുകൂടിയും തെറ്റായിട്ട് ഉപയോഗിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് കാർഡിയാക് അറസ്റ്റ്, അത് തന്നെയാണ് ഹാർട്ട് ഫെയില്യൂർ എന്നൊക്കെ പറഞ്ഞ് എല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ 3 ടേംസിനെ നമ്മൾ ഇൻ്റർചേഞ്ചബിളായിട്ട് ഉപയോഗിക്കാറുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഹാർട്ട് അറ്റാക്ക്, കാർഡിയാക് അറസ്റ്റ്, ഹാർട്ട് ഫെയിലിയർ. ദാറ്റ് വാസ് എ കാർഡിയാക് അറസ്റ്റ്. അദ്ദേഹം കാർഡിയാക് അറസ്റ്റ് കൊണ്ടാണ് മരിച്ചത്, ഹൃദയസ്തംഭനം കൊണ്ടാണ് മരിച്ചത്, ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ് മരിച്ചത്, ഹാർട്ട് ഫെയിലിയർ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നതെല്ലാം മോറോർലെസ് എല്ലാവരും മനസ്സിലാക്കുന്നതെല്ലാം ഒരേ അർത്ഥമാണ് അല്ലെങ്കിൽ ഒരേ മീനിങ്ങിലുള്ള സംഗതികളാണെന്നാണ്. പക്ഷേ ദർ ഇസ് എ സ്മോൾ ചേഞ്ച്, ചെറിയ ചെറിയ വ്യത്യാസം ഓരോന്നും തമ്മിലുണ്ട്. ഇപ്പം നമുക്ക് ഡെഫിനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ഡെഫിനേഷൻ എന്താ? മയോകാർഡിയൽ ഇൻഫാർക്ഷൻ, ബ്ലോക്ക്ഡ് ബ്ലഡ് ഫ്ലോ ടു മയോകാർഡിയം, അല്ലേ? അതായത് നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സെൽസിലേക്ക് അല്ലെങ്കിൽ ടിഷ്യൂസിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സിറ്റുവേഷനെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത്. 1. 2, കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞ വ്യത്യാസമുണ്ട്. എന്താ കാർഡിയാക് അറസ്റ്റ്? ഹാർട്ട് സ്റ്റോപ്സ് ബീറ്റിംഗ് സഡൻലി, പെട്ടെന്ന് തന്നെ ഹൃദയം പമ്പ് ചെയ്യുന്നത് നിലയ്ക്കുന്ന സിറ്റുവേഷൻ വന്നാൽ അതിന് വിളിക്കുന്ന പേരാണ് കാർഡിയാക് അറസ്റ്റ്. പെട്ടെന്ന് ഹൃദയം അങ്ങ് നിന്നു, പമ്പിങ് അങ്ങ് നിർത്തി, അതിന് കാർഡിയാക് അറസ്റ്റ് എന്ന് പറയാം. 3ാമത്തെ എന്താ? ഹാർട്ട് ഫെയിലിയർ. എന്താ ഹാർട്ട് ഫെയിലിയർ? ഹാർട്ട് അണേബിൾ ടു പമ്പ് അഡിക്വേറ്റ്ലി, അതിനെയാണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയാം. ഹാർട്ട് കൃത്യമായിട്ട് പമ്പ് ചെയ്യുന്നതിന് അണേബിൾ ആവുന്ന സിറ്റുവേഷൻ. ഹാർട്ട് പമ്പിങ് ഉണ്ട്, പക്ഷെ അത് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുവാണ്? പമ്പിങ് പ്രോപ്പർ അല്ലാണ്ട് ഇടയ്ക്കിടയ്ക്ക് പമ്പ് ചെയ്യാൻ മറന്നു പോവുക, ഇടയ്ക്കിടയ്ക്ക് പമ്പ് ചെയ്യുന്നത് കുറഞ്ഞു പോകുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതിന് ഹാർട്ട് ഫെയിലിയർ എന്നാണ് പറഞ്ഞത്. ഹാർട്ട് ഫെയിലിയർ കാരണങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പോൾ 3 പേരുടെയും വ്യത്യാസമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. എന്താണ് ഹാർട്ട് അറ്റാക്ക്, എന്താണ് കാർഡിയാക് അറസ്റ്റ്, എന്താണ് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ചാൽ മതി. പൂർണ്ണമായിട്ട് തകർന്നിട്ടില്ല, ഒരു പരാജയം മാത്രമായിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷേ മരിച്ചിട്ടില്ല, ഉണ്ട് അല്ലേ? പരാജയമാണ്, പക്ഷേ ഉണ്ട്. അപ്പോൾ ഹാർട്ട് അണേബിൾ ടു പമ്പ് ദ ബ്ലഡ് അഡീക്വേറ്റ് ആയിട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നതിനകത്ത് പരാജയപ്പെടുകയാണ് ഹാർട്ട്. അത് ആവശ്യത്തിനുള്ള അത്രയും ബ്ലഡ് പമ്പ് ചെയ്യുന്നതിന് വേണ്ടിയോ ആവശ്യമുള്ള അതേ ഇൻ്റർവെല്ലിൽ ബ്ലഡ് പമ്പ് ചെയ്യുന്നതിനോ ഹൃദയം എന്ത് ചെയ്യുന്നു? പരാജയപ്പെടുന്ന സിറ്റുവേഷൻ നമുക്ക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയാം. കാർഡിയാക് അറസ്റ്റ് എന്താ? പെട്ടെന്ന് അങ്ങ് നിന്നു, തീർന്നു, ഹാർട്ടിന് പമ്പ് ചെയ്യുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചിട്ട് റെസ്റ്റ് എടുത്തു, അത് കാർഡിയാക് അറസ്റ്റ്. അല്ലേ? നമ്മൾ സ്വതന്ത്രമായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്ത നമ്മുടെ ആ സ്വതന്ത്ര സഞ്ചാരത്തിന് പൂട്ട് വീണു, സ്റ്റോപ്പായി, സഡനായിട്ട് സ്റ്റോപ്പ് ചെയ്യപ്പെടുക നമ്മൾ അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ, ശരിയല്ലേ? അതേപോലെയാണ് ആലോചിച്ചത്. കാർഡിയാക് അറസ്റ്റ് അപ്പോൾ ഹൃദയത്തിൻ്റെ സുഗമമായ പ്രവർത്തനം അറസ്റ്റ് ചെയ്യപ്പെട്ടു, തീർന്നു. ഹാർട്ട് അറ്റാക്കോ? ഹൃദയത്തിലേക്ക് പോകുന്ന മസിൽസിലേക്ക് പോകുന്ന ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ചെയ്യപ്പെടുന്ന സിറ്റുവേഷൻ. കോസസ് കൊറോണറി ആർട്ടറി ഒക്ലൂഷനാണ്. മറ്റേത് വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ, അതായത് മയോകാർഡിയൽ ഇൻഫാർക്ഷനൊക്കെ വഴി തന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നത് മിക്കവാറും. കാരണം ബ്ലഡ് ഹാർട്ടിലേക്ക് പോകാതെ വരുന്ന സമയത്താണ് കാർഡിയാക് അറസ്റ്റ് ഉണ്ടാവുക. ഹാർട്ട് അറ്റാക്ക് ലീഡ്സ് ടു കാർഡിയാക് അറസ്റ്റ് എന്ന് വേണം പറയാനേ. കാർഡിയാക് അറസ്റ്റ് ലീഡ്സ് ടു ഹാർട്ട് അറ്റാക്ക് അല്ല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ട്രിഗേർഡ് ബൈ മയോകാർഡിയൽ ഇൻഫാർക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ബ്ലഡ് പമ്പ് ചെയ്യുന്നത് നിലയ്ക്കുന്ന സമയത്തുണ്ടാകുന്ന സിറ്റുവേഷനാണ് കാർഡിയാക് അറസ്റ്റ്. ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുമ്പോൾ മയോകാർഡിയം, നമ്മുടെ ഈ ഹാർട്ടിൻ്റെ മസിൽസ് ഒക്കെ ഇല്ലടാ, അതൊക്കെ വീക്കൺ ചെയ്യുന്ന സിറ്റുവേഷനിലാണ് പമ്പിങ് പ്രോപ്പർ അല്ലാണ്ട് നടക്കുന്നത്. ഡയഗ്നോസ്റ്റിക്സ് എങ്ങനെയാണ്? ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് കൊണ്ടുപോയില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ അപകടാവസ്ഥയിൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ അബോധാവസ്ഥയിലുള്ളൊരു വ്യക്തിയെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ അധികൃതർ എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ കാഷ്വാലിറ്റിയിലേക്ക് മാറ്റിയിട്ട് ചെയ്യുന്ന പരിപാടികളുണ്ട്. 1, ECG എടുക്കും, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം എടുക്കും. ഇവിടെ ഒരു ടെർമിനോളജീസിന് ഒരു ചെറിയ ഇമ്പോർട്ടൻസ് കൂടിയുണ്ട് കേട്ടോ. വാട്ട് ഈസ് ഇലക്ട്രോ കാർഡിയോഗ്രാം? നിങ്ങൾ അതുപോലെ തന്നെ കേട്ടിട്ടുണ്ടാകും ECG, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നും കേട്ടിട്ടുണ്ടാകും, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നും കേട്ടിട്ടുണ്ടാകും, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നും കേട്ടിട്ടുണ്ടാകും. വാട്ട് ഈസ് ഗ്രാഫ് ആൻഡ് വാട്ട് ഈസ് ഗ്രാം? അതിനകത്തൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ കാണുന്ന പോലുള്ളൊരു എന്താ പറയുക ഒരു ചിത്രം അല്ലെങ്കിൽ ഒരു പ്രിൻ്റ് ഔട്ട് ECG എടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് തരും. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ECGക്ക് കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ ECG കുഴപ്പമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഈ ഒരു ചിത്രം നോക്കിയിട്ടാണല്ലോ. അതായത് ഹാർട്ട് പമ്പ് ചെയ്യുന്ന നമ്മൾ നേരത്തെ സൂചിപ്പിച്ച റിതം ഉണ്ടല്ലോ, ആ റിതത്തിന് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നതാണ് ECG എന്ന് പറഞ്ഞത്. അപ്പോൾ റിതത്തിൽ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ഈ ചിത്രം പരിശോധിക്കുന്നത്. ആ ചിത്രത്തിനകത്തൊരു യൂണിഫോമിറ്റി എപ്പോഴും ഉണ്ടാകും. ഒരു യൂണിഫോം തരത്തിൽ ഈ പറയുന്ന ചിത്രം പോകേണ്ടതാണ്. പക്ഷേ ആ യൂണിഫോമിറ്റിക്ക് വ്യത്യസ്തത സംഭവിക്കുന്നു അല്ലെങ്കിൽ പോകേണ്ട രീതിയിലല്ല ചില ഗ്രാഫ് കണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നൊക്കെയുള്ള
അസംഷനിലേക്ക് എത്തും. പിന്നെ ഡീറ്റെയിൽഡ് ടെസ്റ്റ് നടത്തും. അപ്പോൾ ആദ്യത്തെ ഡയഗ്നോസ്റ്റിക്സ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ECG ആണ്. അതിൽ ചിലവൊന്നുമില്ലാത്തൊരു പരിപാടിയാണ് ECG. പെട്ടെന്ന് തന്നെ കുറച്ച് ഇലക്ട്രിക്കൽ സിഗ്നൽസ് കടത്തി വിട്ടുകൊണ്ട് മനസ്സിലാക്കുന്ന ഒരു ഘടകം. അപ്പോൾ ഈ ECGക്ക് എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് നിന്ന് കിട്ടുന്ന ഈ ഗ്രാഫ് ഉണ്ടല്ലോ, ഈ പറയുന്ന എന്താ പറയുക ഏറ്റക്കുറച്ചിലുകളൊക്കെ കാണിക്കുന്ന ഈ ഗ്രാഫിന് വിളിക്കുന്ന പേര്, ആ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന ഗ്രാഫിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. ആൻഡ് ഡു യു നോ വാട്ട് ദിസ് ഡിവൈസ് ഇസ് ആക്ച്വലി കാൾഡ്? ആ ഡിവൈസിന് വിളിക്കുന്ന പേര് ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാണ് വിളിക്കുന്നത്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്ന് വിളിക്കുന്ന ഉപകരണത്തിനെയും ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് വിളിക്കുന്നത് ആ ഉപകരണത്തിൽ നിന്ന് കിട്ടുന്ന ഗ്രാഫിനെയുമാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. The first and most critical test often done immediately upon arrival to detect electrical irregularities caused by the heart attack. അറ്റാക്ക് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്ന എന്തെങ്കിലും ഇലക്ട്രിക്കൽ ഇറഗുലാരിറ്റി ഹൃദയത്തിലുണ്ടോ ഇല്ലയോ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടി ആദ്യം ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. പിന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്തും, കാർഡിയാക് മാർക്കേഴ്സ് എന്ന് പറയും. യൂസ്ഡ് ടു ചെക്ക് ഫോർ പ്രോട്ടീൻസ് ലൈക്ക് ട്രോംപോണിൻ ഓർ എൻസൈംസ് ലൈക്ക് ക്രിയാറ്റിൻ കിനേസ് വിച്ച് ലീക്ക് ഇൻ ടു ദി ബ്ലഡ് വെൻ ഹാർട്ട് മസിൽസ് ഈസ് ഡാമേജ്ഡ്. ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തോ പറ്റുമെന്നറിയോ? നിങ്ങൾക്കിപ്പോൾ ECG എടുത്തു പ്രശ്നമുണ്ടോ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലഡ് ടെസ്റ്റിന് കൊണ്ടുപോകും. ബ്ലഡ് ടെസ്റ്റിന് കൊണ്ടുപോയിട്ട് ക്രിയാറ്റിൻ കിനേസോ അല്ലെങ്കിൽ ട്രോപ്പോണിനോ പോലുള്ള പ്രോട്ടീൻസോ എൻസൈമുകളോ ഒക്കെ നമ്മുടെ ബ്ലഡിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുക. എങ്ങനെയാണെന്നറിയോ? കാരണം ഈ പ്രോട്ടീൻ അല്ലെങ്കിൽ എൻസൈം നമ്മുടെ ബ്ലഡിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഹാർട്ടിൻ്റെ മസിൽസ് വീക്ക് ആവുന്ന സമയത്ത് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നതാണ് ഇത്തരം എൻസൈംസും പ്രോട്ടീനുകളും എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻസൈമോ പ്രോട്ടീനോ ബ്ലഡിൽ ഉണ്ട് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ അർത്ഥം എന്താ? ഹാർട്ട് മസിൽ വീക്കായിട്ടുണ്ടാകാനാണ് സാധ്യത. ഹൃദയത്തിൽ നിന്ന് റിലീസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ മസിൽസ് വീക്കായതുകൊണ്ട് ബ്ലഡിനകത്ത് എന്ത് കണ്ടു? ക്രിയേറ്റിൻ കിനേസ് കണ്ടു. ബ്ലഡ് എന്തോ ട്രോപ്പോണിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടു. ബ്ലഡിലുള്ള പ്രോട്ടീൻ ട്രോപ്പോണിൻ്റെ അളവ് കൂടുതലായിട്ട് കണ്ടു. അപ്പം മനസ്സിലാക്കാം ഹാർട്ട് മസിൽസിന് എന്തോ പറ്റിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഫർദർ ഡീറ്റെയിൽഡ് കൊറോണറി ആൻജിയോഗ്രഫി, കാത്തറ്ററൈസേഷൻ. ഇതാണ് കാത്തറ്ററൈസേഷൻ അല്ലെങ്കിൽ കൊറോണറി ആൻജിയോഗ്രഫി. ഓക്കെ, കൊറോണറി ആൻജിയോഗ്രഫി നോക്കാം. എ തിൻ ട്യൂബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ആൻ ആർട്ടറി ടു ഇൻജെക്ട് എ ഡൈ allowing doctors to view the heart arteries on X-ray and pinpoint blockages. ആൻജിയോഗ്രഫി, ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രഫി, ആൻജിയോളജി എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബ്ലഡ് വെസലിനെ വിളിക്കുന്ന പേരാണ് ആൻജിയോളജി. അപ്പോൾ ആൻജിയോഗ്രഫി എന്ന് പറയുമ്പോൾ, ഗ്രാഫി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് ചിത്രം എടുക്കുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് ഗ്രാഫി. ഫോട്ടോഗ്രാഫി, ലൈറ്റിനെ പഠിക്കുന്ന, ലൈറ്റ് ഉപയോഗിച്ച് പഠിക്കുന്ന സംവിധാനം. അതൊരു ആൻജിയോഗ്രഫി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താ? ബ്ലഡ് വെസൽസിനെ പഠിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ്. അപ്പോൾ ബ്ലഡ് വെസൽസിനകത്ത് എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ? അടുത്തിന് ചോദ്യം അതാണല്ലോ. ബ്ലോക്ക് ഉണ്ടെങ്കിലാണല്ലോ ഹാർട്ടിലേക്ക് പോകുന്ന പിന്നെ ബ്ലഡിൽ കുറവുണ്ടാവുക. അപ്പോൾ മറ്റ് ടെസ്റ്റുകൾ കണ്ട അങ്ങനത്തെ പ്രശ്നമുണ്ടെന്ന് തോന്നിയാൽ എവിടെയാണ് ഈ ബ്ലോക്കുകളെന്ന് കണ്ടെത്തുകയാണ് ചെയ്യേണ്ടത് ഡോക്ടേഴ്സ് അധികം. അതിന് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്, നമ്മുടെ ആർട്ടറിയിലേക്ക് ഒരു ട്യൂബ് ഇൻസേർട്ട് ചെയ്ത് അതിനകത്തൊരു ഡൈ കടത്തി വിടും. ആ ഡൈ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലൂടെ ഇങ്ങനെ കടന്നു പോയി, ആർട്ടറിയിലൂടെ ഇങ്ങനെ കടന്നു പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കുന്ന സാഹചര്യം വരും. അപ്പോൾ നമുക്ക് ബ്ലോക്ക് എവിടെയുണ്ടെന്ന് കണ്ടുപിടിക്കും. ബ്ലോക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട്, എക്സ്റേയിലൂടെ കണ്ടുപിടിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആൻജിയോഗ്രഫി. അപ്പോൾ ആൻജിയോഗ്രഫി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ബ്ലഡ് വെസൽസിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്ന പരിപാടിയെ വിളിക്കുന്ന പേരാണ് ആൻജിയോഗ്രഫി, കൊറോണറി ആൻജിയോഗ്രഫി. പിന്നുള്ളത് ഇമേജിങ് ആൻഡ് സപ്പോർട്ടിംഗ് ടെസ്റ്റാണ്. എക്കോ കാർഡിയോഗ്രാം. നമ്മൾ പറയില്ലേ എക്കോ എടുത്തോ എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് പൊതുവെ. എക്കോ ടെസ്റ്റ് എന്ന് പറയുന്ന അൾട്രാസൗണ്ട് ഇമേജസ് ദാറ്റ് ഷോ ഹൗ വെൽ ദ ഹാർട്ട് മൂവ്സ് ആൻഡ് പമ്പ്സ് ബ്ലഡ്. എത്രത്തോളം മെച്ചപ്പെട്ട രീതിയിലാണ് നമ്മുടെ ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നതെന്നും ഹാർട്ടിൻ്റെ മൂവ്മെൻറ്റ് എത്രത്തോളം നന്നായി നടക്കുന്നുണ്ട് എന്നുള്ളതും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമേജിങ് ടെക്നിക്കാണ് എക്കോ കാർഡിയോഗ്രാം. പിന്നെ ചെസ്റ്റിൻ്റെ എക്സ്റേസ് എടുക്കാം. ഹാർട്ടിൻ്റെ സൈസ്, ലങ്സിൻ്റെ സൈസ്, ഹാർട്ടിൻ്റെ ഷേപ്പ്, പൊസിഷനിങ്, ഇതൊക്കെ പ്രോപ്പറാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ എടുത്തിട്ട് നമുക്ക് പരിശോധനകൾ നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ MRI സ്കാനോ CT സ്കാനോ പോലുള്ള സംവിധാനങ്ങൾ വഴി കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ് പോലുള്ള സിറ്റുവേഷനിൽ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 3D ഇമേജുകൾ നമ്മുടെ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട്. പിന്നെ സ്ട്രെസ് ടെസ്റ്റ് ഉണ്ട്. യൂസ്ഡ് ലേറ്റഡ് ടു ചെക്ക് ഹൗ ദ ഹാർട്ട് റെസ്പോണ്ട് ടു ദി എക്സേർഷൻ. പിന്നീട് സ്ട്രെസ്സിനോട് നമ്മൾ ഈ കൊടുക്കുന്ന സംവിധാനങ്ങളോട് എങ്ങനെ ഹാർട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് പരിശോധിക്കാനുള്ള ഒരു ടെസ്റ്റാണ് സ്ട്രെസ് ടെസ്റ്റ് എന്ന് പറയുന്ന സിറ്റുവേഷൻ മനസ്സിലാക്കിയിരിക്കുക. ഇത്രയൊക്കെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ട്, ഹൃദയസ്തംഭനവുമായിട്ടൊന്ന് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് രണ്ടാമത്തെ ഒരു ഘടകമാണ് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറയുന്ന കണ്ടീഷൻ അല്ലേ. അമിതവണ്ണം നമ്മുടെ ഒട്ടുമുക്കാൽ ആൾക്കാരുടെയും ശരീരാകൃതിക്ക് പ്രാഥമികമായിട്ട് പിന്നെ കാരണക്കാരനാകുന്നത് നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റമാണ്. നമ്മുടെ സ്കെലിറ്റൽ സിസ്റ്റം, നമ്മുടെ എന്താണ് അതിനെ പറയുക, അസ്ഥികൂടമാണെന്ന് പറയും അല്ലേ. അസ്ഥികൂടം
നമ്മുടെ അസ്ഥികളടങ്ങുന്ന സിസ്റ്റത്തിന് പുറത്ത് മസിൽസ് കൂടിച്ചേർന്ന് മസിൽസിൻ്റെ പുറത്ത് സ്കിന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആവരണത്തിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അസ്ഥികൂടം നിലനിൽക്കുന്നത്. പക്ഷേ ബേസിക് സ്ട്രക്ചർ നമ്മുടെ ബോഡിക്ക് തരുന്നത് അസ്ഥികൂടമാണ്. പക്ഷേ ആ ബേസിക് സ്ട്രക്ചറിന്മേൽ എത്രത്തോളം കൂടുതൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീരുമാനിക്കുന്നത് സ്കിന്നിനടിയിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന ഫാറ്റിൻ്റെ അളവ് മുഖാന്തരമാണ്. അപ്പോൾ ഇത് പിന്നീട് നമ്മുടെ ബോഡിയുടെ ആകൃതിയിൽ വ്യത്യാസം കൊണ്ടുവരുന്നതിന് കാരണമാകാം. അപ്പോൾ നമ്മുടെ ആവശ്യമുള്ള ശരീര അവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഷേപ്പിൽ നിന്നും ഒരുപാട് വ്യത്യാസം വരുന്ന രീതിയിലേക്ക് എന്താ പറയുക, ഗ്രോത്ത് ഉണ്ടായാൽ, ഫാറ്റിൻ്റെ ഗ്രോത്ത് ഉണ്ടായാൽ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ്സ് ഉണ്ടായാൽ അതിന് നമുക്ക് ഒബീസിറ്റി എന്ന രീതിയിൽ വിശേഷണം ചെയ്യേണ്ടി വരും. സോ എന്താണ് ഒബീസിറ്റിയുടെ ഡെഫിനിഷൻ? ഒബീസിറ്റി, ഓൾസോ നോൺ ആസ് കോർപ്യുലൻസ്, ഈസ് ദി അബ്നോർമൽ ഗ്രോത്ത് ഓഫ് അഡിപ്പോസ് ടിഷ്യൂ. എന്താ അഡിപ്പോസ് ടിഷ്യൂ? ഫാറ്റ് ടിഷ്യൂ. നമ്മുടെ ബോഡിയിലെ ഫാറ്റ് ടിഷ്യൂസിന് വിളിക്കുന്ന പേരാണ് അഡിപ്പോസ് ടിഷ്യൂ ഇൻ ദി ബോഡി. അപ്പോൾ അബ്നോർമലായിട്ടുള്ള അഡിപ്പോസ് ടിഷ്യൂസിൻ്റെ ഡെപ്പോസിറ്റ്സോ ഗ്രോത്തോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സിറ്റുവേഷനെ വിളിക്കുന്ന പേരാണ് ഒബീസിറ്റി എന്ന് പറയുന്നത്. 2 കാരണങ്ങളാണ് പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന്, ഹൈപ്പർ ട്രോഫിക് ഒബീസിറ്റി. രണ്ടാമത്തേത് ഹൈപ്പർ പ്ലാസ്റ്റിക് ഒബീസിറ്റി. ഹൈപ്പർ ട്രോഫിക് എന്ന് പറഞ്ഞാൽ ഫാറ്റ് സെല്ലുകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് കാരണം അഡിപ്പോസ് ടിഷ്യൂസ് ഗ്രോ ചെയ്യുന്ന സിറ്റുവേഷൻ. ഫാറ്റ് സെല്ലുകൾ ചേർന്നിട്ടാണല്ലോ അഡിപ്പോസ് ടിഷ്യൂ ഉണ്ടാവണേ. അപ്പോൾ ഫാറ്റ് സെല്ലുകളുടെ വലിപ്പം കൂടിയിട്ട് കൂടുതൽ ഫാറ്റ് പ്രസൻസ് നമുക്ക് കാണാൻ സാധിക്കാം. 1. 2, ഇതിൻ്റെ എണ്ണം കൂടിയിട്ട്, അല്ലേ? ഫാറ്റ് സെൽസിൻ്റെ എണ്ണം കൂടിയിട്ടും അഡിപ്പോസ് ടിഷ്യൂസിൻ്റെ ഗ്രോത്ത് സംഭവിക്കാം. ഫാറ്റ് സെൽസിൻ്റെ വലിപ്പം കൂടിയിട്ടും അഡിപ്പോസ് ടിഷ്യൂസിന് ഗ്രോത്ത് സംഭവിക്കാമല്ലോ. ഹൈപ്പർ ട്രോഫിക് ഒബീസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പം കൂടിയിട്ട് സംഭവിക്കുന്നതെന്ന് അർത്ഥം. ഫാറ്റ് സെൽസിൻ്റെ വലിപ്പം കൂടിയിട്ട് സംഭവിക്കുന്ന സിറ്റുവേഷനാണ് ഹൈപ്പർ ട്രോഫിക് ഒബീസിറ്റി എന്ന് പറയുന്നത്. ഹൈപ്പർ പ്ലാസ്റ്റിക് എന്താ കണ്ടീഷൻ? എണ്ണം കൂടിയിട്ട്, നമ്പർ ഓഫ് ഫാറ്റ് ടിഷ്യൂസിൻ്റെ ഇൻക്രീസ് കാരണം, ഇൻക്രീസ് ഇൻ ദി നമ്പർ ഓഫ് ഫാറ്റ് സെൽസ്. ഫാറ്റ് സെൽസിൻ്റെ നമ്പർ കൂടിയിട്ടുണ്ടാകുന്ന അഡിപ്പോസ് ടിഷ്യൂ ഗ്രോത്ത് ആണ് ഹൈപ്പർ പ്ലാസ്റ്റിക് ഒബീസിറ്റി എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ട് ഓർത്ത് വെച്ചോണം. ഒബീസിറ്റിന് മാത്രമുള്ള ചോദ്യം വരാൻ ഇനി സാധ്യത കുറവായിരിക്കും. ഡിഗ്രി ലെവൽസിന് ഹൈപ്പർ ട്രോഫിക് ആൻഡ് ഹൈപ്പർ പ്ലാസ്റ്റിക് ഒബീസിറ്റി എന്താണെന്നുള്ളത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. പ്രത്യേകിച്ച് ആഹാര രീതിയൊക്കെ തന്നെയാണ് ഈ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നതിൽ കൂടുതൽ നിക്ഷേപം വരുന്നതിന് കാരണം. നിങ്ങൾ ഈ മഞ്ഞ കളറിൽ ഈ ഒരു ചിത്രത്തിൽ കാണുന്നതാണ് ഈ പറയുന്ന ഫാറ്റിൻ്റെ ഡെപ്പോസിഷൻ നമുക്ക് പറയാൻ പറ്റും. കണ്ടോ, ഒരുപാട് ഫാറ്റ് ഡെപ്പോസിറ്റ് നമ്മുടെ ശരീരത്തിനകത്ത് ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. എനർജിയാണ് എസെൻഷ്യലി ഇതെല്ലാം ഉപയോഗിക്കാൻ പറ്റും. എനർജി ഇല്ലാത്ത സിറ്റുവേഷനിൽ നമുക്ക് ഇത് കണ്ടെത്താനായിട്ട് ഇതിൽ നിന്ന്, ഈ ബോഡിയിൽ നിന്ന്, ഫാറ്റിൽ നിന്ന് നമുക്ക് എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒബീസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് തിരിച്ചറിയുക? നമ്മൾ അമിതവണ്ണത്തിന് കീഴിലാണോ, അമിതവണ്ണം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയും? അതിനാണ് ഈ BMI, ബോഡി മാസ് ഇൻഡെക്സ്. നമ്മൾ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ കണ്ട ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു, അല്ലേ? ബോഡി മാസ് ഇൻഡെക്സ് ഈസ് ദി സയൻറ്റിഫിക് മെത്തേഡ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ഒബീസിറ്റി. അമിതവണ്ണം ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നതിനായി നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും ചെറിയ, ഏറ്റവും എന്താ പറയുക, ഈസിയർ ആയിട്ട് ഒരു സാധാരണക്കാരന് പോലും കണ്ടെത്താൻ സാധിക്കുന്ന ഒരു മെത്തേഡാണ് BMI, ബോഡി മാസ് ഇൻഡെക്സ്. സംഭവം വളരെ എളുപ്പമാണ്. BMI കാൽക്കുലേഷൻ വളരെ എളുപ്പമാണ്. ദ ഫോർമുല ഫോർ BMI ആൻഡ് ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻസ് ആർ ആസ് ഫോളോസ്. എന്താണ്? വെയിറ്റ് ഇൻ കിലോഗ്രാം ബൈ ഹൈറ്റിൻ്റെ സ്ക്വയർ, അല്ലേ? ഹൈറ്റ് സ്ക്വയർ, വെയിറ്റ് ബൈ ഹൈറ്റ് സ്ക്വയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു റേഷ്യോ ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. ബേസ്ഡ് ഓൺ ദി ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, അണ്ടർ വെയിറ്റ് വരുന്ന സിറ്റുവേഷൻ ലെസ് ദാൻ 18.5 ആണ് BMI എങ്കിൽ, ബോഡി മാസ് ഇൻഡെക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 18.5 ആണെങ്കിൽ, ലെസ് ദാൻ 18.5 ആണെങ്കിൽ നമ്മൾ പറയും എന്താന്ന്? ബോഡി മാസ് ഇൻഡെക്സിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണെന്ന് പറയും. അണ്ടർ വെയിറ്റ്. ഇത് മീറ്റർ, ഹൈറ്റ് എടുക്കുന്ന മീറ്ററിലാണ് കേട്ടോ, ഹൈറ്റ് എടുക്കുന്ന മീറ്ററിലാണ് കൂടി അറിഞ്ഞിട്ടുണ്ടാവണം, മീറ്ററിലാണ്. അപ്പോൾ 18.5 ആണെന്നുണ്ടെങ്കിൽ അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ അണ്ടർ വെയിറ്റ് ആണ്. അപ്പോൾ 18.5നും 24.9നും ഇടയിലാണ് നിങ്ങളുടെ BMI എന്നുണ്ടെങ്കിൽ നിങ്ങൾ നോർമൽ വെയിറ്റ് ആണ്, നിങ്ങൾക്ക് ഒബീസിറ്റി ഇല്ല എന്ന് പറയും. 24.9 കൂടുതലാണെങ്കിലോ, അതായത് 25 കൂടുതലാണെങ്കിലോ ഓവർ വെയിറ്റ് എന്ന് പറയും. 25 കൂടുതൽ മുതൽ 29.9 വരെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് എന്ന് പറയും. ഇനി 29ലും കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ 30ലും കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ ഒബീസിറ്റി എന്ന് പറയും. പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ അമിതഭാരം വേറെ, അമിതവണ്ണം വേറെ, അല്ലെ? അമിതഭാരം എന്ന് പറയുന്നത് വേറെയാണ്, അമിതവണ്ണം എന്ന് പറയുന്നത് വേറെയാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ BMI ഇൻഡെക്സ് വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി ക്ലിയർ ആക്കിയിട്ട് ഒന്നുകൂടി പറയാം, സെറ്റായിട്ട് ഓർത്തിരുന്നോണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദ്യത്തിനകത്ത് ഉണ്ടായിരുന്നതും ഇതേ ഘടകം തന്നെയായിരുന്നു, ശരിയല്ലേ? അപ്പോൾ എന്താണ് BMI? നമ്മുടെ ശരീരഭാരം നമുക്ക് ആവശ്യമുള്ള നിലയിലാണോ നിലനിൽക്കുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി കണ്ടെത്തുന്ന ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള മെത്തേഡാണ് BMI എന്ന് പറയുന്നത്. BMIയുടെ വാല്യൂ, BMI ഇൻഡെക്സിൻ്റെ വാല്യൂ 18.5ക്കും താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അണ്ടർ വെയിറ്റ് ആണ്.
18.5-നും 24.9-നും ഇടയിലാണെങ്കിൽ നിങ്ങൾ നോർമൽ വെയിറ്റ് ആണ്. 25-നും 29.9-നും ഇടയിലാണെങ്കിൽ നിങ്ങൾ ഓവർ വെയിറ്റ് ആണ്. 30-ന് മുകളിലാണെങ്കിൽ നിങ്ങൾ ഒബീസ് ആണ്, അമിതവണ്ണമുള്ള ആളാണ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ നോക്കാം, ഈ ക്ലാസ് കാണുന്ന ഓരോരുത്തർക്കും അവൻ്റെ ബോഡി മാസ് ഇൻഡെക്സ് ഒന്ന് പരിശോധിച്ച് നോക്കാം. നിങ്ങളിതിൽ ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കാം. ഓക്കെ, സെറ്റ്. ഹെൽത്ത് റിസ്ക് എന്താണ്? എക്സസ് വെയിറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എക്സസ് ബോഡി മാസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഇഷ്യൂസും നമ്മൾ ഒബീസുമായിട്ട് ബന്ധപ്പെട്ട് പറയാൻ പറ്റുമോ? അപ്പോൾ ഒന്ന് രോഗാവസ്ഥകളെ പറ്റി പറയുവാണെങ്കിൽ ഒന്ന് ഡയബറ്റിസ്, ഈ എന്താ പറയുക, ഈ ഡയബറ്റിസിൻ്റെ മലയാളം എന്തായിരുന്നു? പ്രമേഹം. യെസ്, പ്രമേഹത്തിനുള്ള സാധ്യത കൂടുതലാണ്. ബ്ലൈൻഡ്നെസ്, പ്രമേഹം ഉണ്ടായാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ റെറ്റിനോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാകും. കാഴ്ച നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കാഴ്ച കുറയുന്ന സിറ്റുവേഷൻ വരും. ലിംബ് ആംപ്യൂട്ടേഷൻസ്, കാല്, കൈകൾ എന്നിവയിൽ ബ്ലഡ് സർക്കുലേഷൻസ് കുറയുകയും ആംപ്യൂട്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരികയും ചെയ്യും. ഓവർ വെയിറ്റ് കാരണം നമ്മുടെ ജോയിൻറ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ജോയിൻറ്റുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സിറ്റുവേഷൻസ് വരും. പ്രത്യേകിച്ച് കാലിലെ ജോയിൻറ്റുകൾക്ക്, മുട്ടുവേദന പോലുള്ള മുട്ടിലെ ജോയിൻറ്റുകൾക്ക് മറ്റു ഓവർ സ്ട്രെയിൻ ഉണ്ടായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്ന സിറ്റുവേഷൻ വന്നേക്കാം. ഡയാലിസിസിൻ്റെ റിക്വയർമെൻറ്റ് വന്നെങ്കിൽ നമ്മുടെ ഈ ബോഡിയിലേക്ക് മൊത്തം നമ്മൾ ഒബീസിറ്റി കാരണം ബ്ലഡ് സപ്ലൈ വല്ലാണ്ട് ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് എക്സ്റ്റേണൽ സിസ്റ്റംസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്ലഡ് സപ്ലൈ അല്ലെങ്കിൽ ബ്ലഡിലെ പ്രോപ്പറായിട്ട് വേസ്റ്റ് മറ്റു കാര്യങ്ങളും റിമൂവ് ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻ വന്നേക്ക് നമ്മുടെ ബോഡിക്ക് താങ്ങാൻ പറ്റിയെന്ന് വരില്ല എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്ന കാര്യമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സെറ്റ്. ഇനി നോക്കേണ്ടത് ആർത്രൈറ്റിസ്. നമ്മൾ വാദം എന്നൊക്കെ നമ്മൾ പറയുന്ന കണ്ടീഷനില്ലേ, ജോയിൻറ്റ് ഇൻഫ്ലമേഷൻസ് ആണ് എസെൻഷ്യലി ആർത്രൈറ്റിസ് എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, എന്താണ് ആർത്രൈറ്റിസ്? ലൈഫ് സ്റ്റൈൽ ഡിസീസ് ദാറ്റ് അഫക്ട്സ് ദി ജോയിൻസിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇത് എപ്പോഴും ലൈഫ് സ്റ്റൈൽ എന്ന് തന്നെ പറയണം നിർബന്ധമില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ദിസ് കണ്ടീഷൻ ഇസ് കോമൺലി നോൺ ആസ് വെയർ ആൻഡ് ടിയർ. ഇറ്റ് ഇസ് എ കണ്ടീഷൻ നോൺ ആസ് വെയർ ആൻഡ് ടിയർ. നമ്മുടെ ജോയിൻറ്റുകളെല്ലാം നിങ്ങൾക്കറിയാം, സൈനോവിയൽ ജോയിൻസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ജോയിൻറ്റുകളുണ്ട്. ഈ മുട്ടുകൾക്കിടയിലുള്ള, അതിപ്പോൾ കാൽമുട്ടായിക്കോട്ടെ കൈമുട്ടായിക്കോട്ടെ, ഈ മുട്ടുകളിലൊക്കെ തന്നെയും രണ്ട് അസ്ഥികൾ കൂടി ചേരുന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. ലിഗമെൻറ്റുകൾ, ടെൻഡൻസ് എന്നിവയൊക്കെ ഇവിടെ ഉണ്ട് നമുക്കറിയാം. അപ്പോൾ ഈ ലിഗമെൻറ്റുകളൊക്കെ ഉപയോഗിച്ച് രണ്ട് അസ്ഥികളെയും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഇടയിൽ ഇവ തമ്മിൽ കണക്റ്റഡ് ആയിട്ടല്ല ജോയിൻ ചെയ്തിരിക്കുന്നത്. അസ്ഥികൾ ഒരിക്കലും പരസ്പരം എന്ത് ചെയ്തിട്ടില്ല, കണക്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല അസ്ഥികൾ ജോയിൻ ചെയ്യുന്ന പ്രദേശത്ത് കാർട്ടിലേജുകളാണ് അതിൻ്റെ എൻഡിൽ വന്ന് നിൽക്കുക. നേരെ ബോൺ അല്ല നിൽക്കുന്നത്, കാർട്ടിലേജുകളാണ് നിൽക്കുക. ഇപ്പോൾ ഒരു അസ്ഥി ഇങ്ങനെ വരുന്നു, കോൺടാക്ട് ചെയ്യാൻ പോകുന്നു, അടുത്തൊരു അസ്ഥിയിലേക്ക് വന്ന് കോൺടാക്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ പ്രദേശം എന്ന് പറയുമ്പോൾ കാർട്ടിലേജുകളാലായിരിക്കും നിർമ്മിതമായിരിക്കുന്നത്. ഓക്കെ, അത് മാത്രമല്ല ഇവർ പരസ്പരം കണക്റ്റഡ് ആയിരിക്കില്ല. കണക്റ്റിന് ഇങ്ങനെ ആയിരിക്കും, ലിഗമെൻറ്റുകൾ കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവുള്ളൂ. നേരിട്ട് ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവില്ല, കണക്ട് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ജോയിൻറ്റുകളിൽ ഒരു ഫ്ലൂയിഡും കൂടി ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ആ ഫ്ലൂയിഡിന് വിളിക്കുന്ന പേരാണ് സൈനോവിയൽ ഫ്ലൂയിഡ്. ഇത് ഫ്ലൂയിഡാണ്, സൈനോവിയൽ ഫ്ലൂയിഡ്. കാലാനുസൃതമായിട്ട് നമുക്ക് ഈ സൈനോവിയൽ ഫ്ലൂയിഡിൻ്റെ അളവ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ, സൈനോവിയൽ സെല്ലുകളുണ്ട് അവിടെ, ആ സൈനോവിയൽ സെല്ലുകളാണ് ഈ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ സെല്ലുകളിൽ നിന്ന് പ്രായമാവുന്നതിനനുസരിച്ചൊക്കെ ഈ ഫ്ലൂയിഡിൻ്റെ സെക്രീഷനൊക്കെ കുറയും. അങ്ങനെ വരുന്ന സമയത്ത് ഈ ബോൺസ് പരസ്പരം കൂട്ടിമുട്ടാനൊക്കെയുള്ള സിറ്റുവേഷൻ വരും. അങ്ങനെ കൂട്ടിമുട്ടുമ്പോൾ അതീവ ഗുരുതരമായ പെയിൻ, നമുക്ക് നല്ല വേദന അനുഭവപ്പെടും മുട്ട് അനക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അതാണ് ഈ സിറ്റുവേഷൻ. ഇത് പല തരത്തിൽ നമ്മൾ ആർത്രൈറ്റിസിനെ പറയാനൊക്കെയുണ്ട്. ആർത്രൈറ്റിസിൻ്റെ വിവിധ തരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് ഓസ്റ്റിയോ ആർത്രൈറ്റിസ്. ഓസ്റ്റിയോ എന്ന വാക്ക് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഓസ്റ്റിയോ ഇസ് ദി ടേം അസോസിയേറ്റഡ് വിത്ത് ബോൺസ്. ബോൺസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടേമാണ് ഓസ്റ്റിയോ. ഓസ്റ്റിയോജെനസിസ്, ബോൺ സെല്ലുകളുടെ ജനനത്തെ വിളിക്കുന്ന പേര് അല്ലെങ്കിൽ ജനറേഷൻ വിളിക്കുന്ന പേരാണ് ഓസ്റ്റിയോ ജെനസിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ട്. അതുപോലെ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട്, റുമാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. പിന്നെ വരുന്നത് ഗൗട്ടാണ്. അപ്പോൾ എന്താണ് ഈ മൂന്ന് പേര് എന്നും കൂടി നമുക്ക് നോക്കിയിരിക്കണം. ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഇറ്റ് ഈസ് ദി മോസ്റ്റ് കോമൺ ഡീജനറേറ്റീവ് ജോയിൻ്റ് ഡിസീസ് caused by the gradual breakdown of the cartilage leading to pain, stiffness and reduced motion, often called as wear and tear arthritis. ഇതാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ ഈ പറയുന്ന വിയർ ആൻഡ് ടിയർ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. എന്താ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ആർത്രൈറ്റിസ് എന്താ, ഓസ്റ്റിയോ ആണ്. എന്താ കാരണം? ഒന്ന്, നമ്മൾ ഈ സൈനോവിയൽ ഫ്ലൂയിഡ് നഷ്ടപ്പെട്ട് അതുപോലെ തന്നെ ബോൺസിന് എൻഡിലായിട്ട് കാണപ്പെടുന്ന കാർട്ടിലേജുകൾക്ക് ബ്രേക്ക് ഡൗൺ സംഭവിക്കുമ്പോൾ നേരിട്ട് ബോൺ ടു ബോൺ ടച്ച് ആവുന്ന സിറ്റുവേഷൻ വരും. ഫ്രിക്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്ത് പെയിൻ ഉണ്ടാവുന്ന, സ്റ്റിഫ്നെസ് ഉണ്ടാവുന്ന സിറ്റുവേഷൻ.
സ്റ്റിഫ്നെസ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ സൈനോവിയൽ ഫ്ലൂയിഡും ഈ കാർട്ടിലേജുകളും ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്മൂത്തായിട്ട് അവിടെ ആ ജോയിൻറ്റുകളിൽ മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഈ ഇവന്മാർ നഷ്ടപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ വളരെ സ്മൂത്തായിട്ട് എനിക്ക് ജോയിൻറ്റ് ഓപ്പറേഷൻസ് നടക്കത്തില്ല, കുറച്ചുകൂടി സ്റ്റിഫായി പോകും ജോയിൻറ്റുകൾ. കൈമുട്ടും മടക്കുന്നതിനും കാൽമുട്ടും മടക്കുന്നതിനും ഒക്കെ വേദന അനുഭവപ്പെടും. അപ്പോൾ സ്റ്റിഫായി പോയി നമ്മൾ പറയും. ഇത് പ്രൈമർലി അഫക്ട്സ് നീ, മുട്ട്, ഹിപ്പ്, നമ്മുടെ ഇടുപ്പ്, ഹാൻഡ്, കൈമുട്ട്. ആൻഡ് ഫ്രീക്വൻ്റ്ലി ഇൻ പീപ്പിൾ ഓവർ 55, 55 വയസ്സിന് മുകളിലുള്ള ആൾക്കാരിലാണ് പൊതുവേ നമ്മൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണുന്നത്. കാരണം ഓൾഡ് ഏജ് ആവുന്നതിൻ്റെ സിറ്റുവേഷനായിട്ട്. വിത്ത് സിംറ്റംസ് ഓഫൺ മാനേജ്ഡ് ത്രൂ എക്സസൈസസ്, വെയ്റ്റ് ലോസ് ആൻഡ് പെയിൻ റിലീഫ്. വേദന സംഹാരികൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് കൺട്രോൾ, ഇപ്പോൾ ഓവർ വെയിറ്റൊക്കെ ഉള്ള ആൾക്കാരുടെ കാര്യത്തിലാണെങ്കിൽ അതീവ ഭയങ്കരമായിട്ടുള്ള വേദനകൾ സഹിക്കേണ്ടി വന്നേക്കും. അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ആ മുട്ടിന് എടുക്കേണ്ടി വരുന്ന ലോഡ് ബെയറിങ് താരതമ്യേന കുറയുള്ളൂ, ബെയറേണ്ടി വരുന്ന ലോഡ് കുറയും. അങ്ങനെ കുറയുന്ന സമയത്ത് താരതമ്യേന കുറച്ച് നമുക്ക് ഒരു റിലീഫ് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ എക്സസൈസ് അതുമായി ബന്ധപ്പെട്ട് ജോയിൻറ്റ് എക്സസൈസുകളും മറ്റുമൊക്കെ ചെയ്ത് ഫിസിയോ ഒക്കെ ചെയ്ത് നിൽക്കുകയാണെന്നുള്ള ഒരു പരിധി വരെ നമുക്ക് ഇതിനൊന്ന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന സിറ്റുവേഷൻ. രണ്ടാമത്തെ ആൾ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് അല്ലേ. എന്താ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ഇസ് എ ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് where the immune system mistakenly attack the joint, causing pain, swelling and stiffness, particularly in the hands and the feet. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നതിന് നമുക്കൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്താ നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഡയബറ്റീസ് പഠിച്ച സമയത്ത് പഠിച്ചിട്ടുണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ തന്നെ ബോഡി പാർട്ടായിട്ടുള്ള നമ്മുടെ ജോയിൻറ്റുകളെ അറ്റാക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ വരും. അൺറെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. നമ്മുടെ ജോയിൻറ്റിലുള്ള സെല്ലുകളെ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂൺ സിസ്റ്റം റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, നമ്മുടെ തന്നെ സെല്ലുകളായിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല. ബോഡി പോയിട്ട് നമ്മൾ ഈ ജോയിൻറ്റ് ഭാഗങ്ങളെ ജോയിൻസിൽ വരുന്ന സെല്ലുകളെയും സൈനോവിയൽ സെല്ലുകളെയൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമം നടത്തും. അങ്ങനെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഇല്ലേ, സെയിം സിറ്റുവേഷൻ അറൈസസ്. അതിൻ്റെ കാരണം ഇവിടെ വ്യത്യാസമാണെന്നുള്ളതാണ്. ഓക്കെ, so it typically affects joints symmetrically and can lead to joint deformity and systemic complications if not treated early. ശരിയല്ലേ? കാരണം ഇതൊരു പർട്ടിക്കുലർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ ഭാരമുള്ള ആൾക്ക് കൂടുതലും കൈ ജോയിൻറ്റിനേക്കാൾ കൂടുതൽ കാൽമുട്ടിനായിരിക്കും വേദന കൂടുതൽ അനുഭവപ്പെടുക. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് എവിടെയൊക്കെ ജോയിൻറ്റ് ഉണ്ടോ അവിടെയെല്ലാം ഇത് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് അഫക്ട്സ് ജോയിൻറ്റ് സിമെട്രിക്കലി. അപ്പോൾ സിമെട്രിക്കലായിട്ട് ജോയിൻറ്റുകൾ അഫക്റ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഏതാണ് ചുവടെ തന്നിരിക്കുന്നതിൽ നിന്ന് കണ്ടെത്തുക. അത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. അതേതാണ്? അത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് ആണ്. സെറ്റ്. എത്രയേ ഉള്ളൂ സംഭവം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട ചില വസ്തുതകളാണ്. ക്ലിയർ അല്ലേ? റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഇനി ഒരാളും കൂടെ അല്ലേ ഉള്ളൂ. ഒരു കാര്യം കൂടി നോക്കുക, ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, ഇല്ല എന്നല്ല. ട്രീറ്റ് ചെയ്യാൻ നമുക്ക് നേരത്തെ ഇതിൻ്റെ പരമാവധി ഇത് കുറയ്ക്കുന്നതിന് വേണ്ടി, ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് കുറയ്ക്കുന്നതിന് വേണ്ടി കൃത്യമായിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കേണ്ടി വരും കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് ആയുഷ്കാലം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് വന്നാലൊരു കുഴപ്പം അതാ ക്രോണിക് ഡിസീസ് ആയിരിക്കും. അതെവിടെ എഴുതിയിട്ടുണ്ടല്ലോ പറഞ്ഞ പോലെ ഇത്. യെസ്, ഇറ്റ് ഇസ് എ ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ സിസ്റ്റം എന്നായിരിക്കും. ക്രോണിക് എന്ന് പറഞ്ഞാൽ ആയുഷ്കാലം കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് നമ്മുടെ തന്നെ ശരീരത്തിലെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ ബോഡിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ബോഡിയിൽ ഒരു പാർട്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അത് സപ്രസ് ചെയ്യാൻ വേണ്ടി നമുക്ക് മെഡിസിൻ എടുക്കേണ്ടി വരും. അപ്പോൾ ഒരു കുഴപ്പമാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ ഈ ഇമ്മ്യൂൺ സിസ്റ്റം പിന്നെ നമ്മുടെ ബോഡി പാർട്ടായിട്ടുള്ള ജോയിൻറ്റുകളെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജോയിൻറ്റുകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് കുറയും ഈ മരുന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ബോഡിയിലെ ജനറൽ ഇമ്മ്യൂണിറ്റിയും അത് ബാധിക്കും. ജനറൽ ഇമ്മ്യൂണിറ്റിയും കുറയും. ജോയിൻറ്റുകൾ അഫക്റ്റ് ചെയ്യപ്പെടുന്നില്ല, ശരിയായിരിക്കും, പക്ഷേ നമ്മുടെ ടോട്ടൽ ഇമ്മ്യൂണിറ്റി ഈസ് ഓൾസോ ഗെറ്റിംഗ് റിഡ്യൂസ്ഡ്. മാത്രമല്ല ഇതൊരു ദിവസം ആ മരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ്. അത് വീണ്ടും ഈ ജോയിൻറ്റുകൾ അറ്റാക്ക് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് നമ്മൾ ഈ മരുന്ന് കഴിക്കണം. വാട്ട് എവർ ഈസ് ദി ഫ്രീക്വൻസി ദാറ്റ് ദി ഫിസിഷ്യൻ ഈസ് റെക്കമെൻഡിങ്. ഫിസിഷ്യൻ റെക്കമെൻഡ് ചെയ്ത് തരുന്ന ഫ്രീക്വൻസി എന്താണോ, ഇപ്പോൾ ചിലപ്പോൾ 2 ദിവസത്തിലൊരിക്കൽ കഴിക്കാൻ മിക്കവാറുമുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിനെല്ലാം ഡെയിലി മരുന്ന് കഴിക്കേണ്ട സിറ്റുവേഷനാണ് കാണപ്പെടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഒരിക്കലും നിർത്താനായിട്ട് സാധിക്കില്ല. ആൻഡ് ദർ ഈസ് നോ ക്യൂർ ബട്ട് മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്, മരുന്നുകൾ കഴിക്കുക എന്നുള്ള അല്ലാണ്ട് ഇതിനൊരു ക്യൂർ ഇല്ല. അതായത് ഈ സിറ്റുവേഷൻ ഇല്ലാണ്ടാക്കുന്ന സാഹചര്യം നിലവിലില്ല. കാരണം അതൊരു ഓട്ടോ ഇമ്മ്യൂൺ റെസ്പോൺസ് ആയതുകൊണ്ട് നമ്മുടെ DNA പോയിട്ട് ഈ ചേഞ്ചുകൾ വരുത്തിയാലാണ് എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അത് ഇതുവരെ ഇപ്പം നാളിതുവരെ നമുക്ക് അങ്ങനെ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ പറയാം ജീനോം എഡിറ്റിംഗ് പോലുള്ള പരിപാടികൾ അത് മനുഷ്യൻ്റെ ട്രയലുകളിലേക്കൊന്നും കാര്യമായിട്ട് ഇതുവരെ എത്തിയിട്ടില്ല. ഇപ്പോഴും മറ്റ് പല ഓർഗാനിസങ്ങളിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ഒരു രോഗാവസ്ഥ അല്ലാതെ മാറുന്ന സിറ്റുവേഷൻ വന്നേക്കും കേട്ടോ. സോ ദർ ഇസ് നോ ക്യൂർ ബട്ട് മെഡിക്കേഷൻസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ക്യാൻ മാനേജ് സിംറ്റംസ് ആൻഡ് സ്ലോ ജോയിൻറ്റ് ഡാമേജ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാം എന്നുള്ളതല്ലാണ്ട് വലിയ ബുദ്ധിമുട്ട് ഇതില്ലായ്മ ചെയ്യുന്ന സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? ഒരാളെ കൂടി മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. ആരാണ് ഗൗട്ട്?
ഗൗട്ട് കുറച്ചുകൂടി കോമൺ ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഗൗട്ട്. ഇറ്റ് ഈസ് എ കോമൺ പെയിൻഫുൾ ഫോം ഓഫ് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് characterized by sudden severe attacks of redness, swelling and tenderness, most commonly in the big toe. മിക്കവാറും നമ്മുടെ ബിഗ് ടോ എന്ന് പറയുന്നത് നമ്മുടെ കാൽപാദത്തിൽ വരുന്ന നമ്മുടെ തള്ളവിരലെന്ന് പറയുന്നതല്ലേ. ഹൈപ്പർ യൂറിസീമിയ എന്ന് പറയുന്ന സിറ്റുവേഷനാണ് അതിന് കാരണം. ഹൈപ്പർ യൂറിസീമിയ എന്ന് പറഞ്ഞാൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസിൻ്റെ ഡെപ്പോസിറ്റ്സ് നമ്മുടെ ജോയിൻറ്റുകളിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഗൗട്ട് എന്ന് പറയുന്ന ഇൻഫ്ലമേഷൻ. അതൊരു ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ നീരെടുക്കുന്ന സിറ്റുവേഷൻ, നീര് വെക്കും, സ്വെല്ലിങ് ഉണ്ടാവും, വീർത്ത സ്വെല്ലിംഗ് ഉണ്ടാകുന്ന സിറ്റുവേഷനാണ്. ജോയിൻറ്റുകളിൽ നമ്മുടെ ഫാലഞ്ചസ് ആൻഡ് മെറ്റാഫാലഞ്ചസ് എന്ന് പറയുന്ന ഏരിയാസിലൊക്കെ ചെറിയ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഡെപ്പോസിറ്റൊക്കെ ചെയ്യപ്പെട്ട് അവിടെ ബൾജ് ചെയ്യപ്പെട്ട് വരുന്ന സിറ്റുവേഷനാണ് ഗൗട്ട് എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന രീതിയിൽ നമ്മൾ വിശേഷിപ്പിക്കുന്നത് കൂടി അറിഞ്ഞിരിക്കുക. The treatment includes immediate management of flares and long-term ഡയറ്റ് കോൺഷ്യസ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. വലിയ പ്രത്യേകിച്ച് ഇതിനങ്ങനെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കാനില്ല. ഇൻഫ്ലമേഷൻസ് ഉണ്ടാവാം, സ്വെല്ലിംഗ് ഉണ്ടാവും, യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ്സ് ചെയ്യപ്പെടുന്നതിൻ്റെ സ്വെല്ലിംഗ് ആണല്ലോ. കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഡയറ്റ് കൺട്രോളൊക്കെ ചെയ്ത് യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ്സ് അധികം വരാത്ത രീതിയിലുള്ള ഫുഡൊക്കെ കഴിക്കുന്ന സാഹചര്യത്തിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ഗൗട്ട് ആർത്രൈറ്റിസ് വരാവുന്ന സിറ്റുവേഷൻ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നടക്കുന്നതിനൊക്കെ വേദന ഉണ്ടാവും. നമ്മൾ ചിലർക്ക് നടക്കുമ്പോൾ മുട്ടുവേദന അല്ലാതെ കാൽപാദത്തിലുള്ള വേദനയൊക്കെ അനുഭവപ്പെടുന്നത്, കാൽപാദം നീര് വെച്ച് പലരും കണ്ടിട്ടില്ലേ. ഇപ്പോൾ കാൽപാദമൊക്കെ ഒരുപാട് നീര് വെച്ച് നിങ്ങൾ വയസ്സായ ആൾക്കാരിലൊക്കെ കാണാൻ പറ്റും. അത് റെഗുലറായിട്ട് അവർക്ക് കാലിൽ നീരുണ്ടാകും. അത് ഈ ഗൗട്ട് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത് കൊണ്ടാണെന്നുള്ളതാണ്. സോ ദാറ്റ് ഈസ് ഇറ്റ് അബൌട്ട് ഹാർട്ട് അറ്റാക്ക്, ഒബീസിറ്റി ആൻഡ് ആർത്രൈറ്റിസ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 3 കാര്യവും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം മറ്റൊരു കണ്ടന്റുമായിട്ട് കാണാം. അതുവരെ ഇവർക്ക് നമസ്കാരം. താങ്ക് യു.